ഇന്ന് ഞാൻ നിൽക്കുന്നത് ശ്രുതിലയത്തിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മുടെ ശ്രുതി തമ്പിയുടെ ഒരുപാട് കോടികൾ മുടക്കി ചിലവഴിച്ച വീടിൻ്റെ ഫ്രണ്ടിലാണ്. എത്ര രൂപ മുടക്കിയാണ് ഇത് ചെയ്തതെന്നുള്ള കുറെ ചോദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഹലോ മസ്തു, സത്യം പറ, എത്ര സ്ക്വയർ ഫീറ്റിൽ എത്ര കോടികൾ മുടക്കിയാണ് താങ്കൾ ഈ വീട്? ഭയങ്കര കോടികളൊന്നുമില്ല. ചിലർ പറഞ്ഞു ഇങ്ങനെ വീട് കാണുമ്പോൾ ഇത് 38 ലക്ഷത്തിന് പണിയാൻ പറ്റും, 55 ലക്ഷത്തിന് പണിയാൻ പറ്റും, 78 ലക്ഷത്തിന് പണിയാൻ പറ്റും എന്നൊക്കെ. ഞാൻ തിരിച്ച് കമന്റ് ഇടാം, നിങ്ങളൊന്ന് 38 ലക്ഷത്തിന് ഈ ഒരു വീട് പണിത് കാണും. തമ്പിയുടെ ബെഡ്റൂം ഗൈസ്, വീട്ടിലെ ബെഡ്റൂം ആണെന്ന് തോന്നില്ല, ഏതോ റിസോർട്ടിലെ കാട്ടിലെ ബെഡ്റൂം. അപ്പൊ ആളുകളുടെ വിചാരം അത്ര വലിയ വീട് വെച്ചു, അപ്പൊ തന്നെ കാർ എടുത്തു, ഇതെല്ലാം റെഡി ക്യാഷ്, വീടുണ്ടാക്കാനുള്ള പൈസ എവിടെ നിന്ന് ഞാൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഞാൻ ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്? പബ്ലിക്കിനെ കൊണ്ടുവന്നിട്ട് ഞാൻ കാണിക്കണോ എനിക്ക് ഇവിടെ നിന്നാണ് പൈസ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനെ കൊണ്ടുവന്ന് കാണിക്കേണ്ട കാര്യമില്ല. അവാർഡ് കിട്ടിയതിനേക്കാൾ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്തത് ഒരു ഡിഫൻഡർ എന്റെ ആണെന്നോ, ഞാൻ ആ കോടികൾ മുടക്കി വണ്ടി എടുത്തതാണെന്നോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. വളച്ചൊടിച്ച് ക്യാപ്ഷൻ നമ്മൾ പറയുന്നതിൽ ചില പിക്കപ്പ് ചെയ്തിട്ട് ചില ലൈൻസ് ഇട്ടിട്ട് ക്യാപ്ഷൻ ഇട്ടിട്ട് വളച്ചൊടിക്കില്ലേ, അതുപോലെ തന്നെയാണ് അന്ന് കുറെ മീഡിയാസ് ഇട്ടിട്ട് ഇങ്ങനെ കോടികളുടെ ഡിഫൻഡറിലെ ശ്രുതി തമ്പി പറന്നെത്തി അവാർഡ് വാങ്ങാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്യാപ്ഷൻ ഇട്ട് ആളുകളിലേക്ക് തെറ്റിദ്ധാരണ പടർത്തി. മീഡിയക്കാരാണ് ശരിക്കും അത് ചെയ്തത്. വീടായി, ഇപ്പൊ കാറ് വെച്ചു, കാറ് വാങ്ങി, വീട് വെച്ചു, ഇനിയിപ്പോ ഒരു കൂട്ടക്കാവാം. അനാഥ പയ്യന്മാരില്ലേ, വീട്ടുകാരൊന്നും ഇല്ലാത്ത, അങ്ങനെയുള്ള ഒരു സെക്കൻഡ് കിട്ടിയിട്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയാലെന്നാല്. കാരണം എനിക്ക് വീട് വിട്ട് ഇനി പോകാൻ പറ്റില്ല. ഞാൻ അനാഥനായ ഒരു പയ്യൻ എവിടെന്നെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് ഇതായിട്ടുള്ളതായാലും നമുക്ക് എപ്പോഴും നമുക്ക് മനസ്സിന് ഇണങ്ങിയ, നമുക്ക് എല്ലാം കൊണ്ടും കംഫർട്ട് ആയിട്ടുള്ള ഒരാൾ അല്ലെ, എല്ലാം കൊണ്ടും കംഫർട്ട് ആയിട്ടുള്ള ഒരാള് ആഫ്റ്റർ മാരേജ് പെർഫെക്റ്റ് ആവും എന്നല്ല, ഓവറോൾ ഭയങ്കര ലൈഫ് ഫുള്ള് പെർഫെക്റ്റ് ആവുന്നല്ല. അറ്റ്ലീസ്റ്റ് മാരേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു കംഫർട്ട് സോൺ കിട്ടുന്ന ഒരാൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ ഒരാളിപ്പോ നിലവിൽ ഇല്ല. ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ ഈ ഊഞ്ഞാലിൽ ഞാനും പുള്ളിയും കൂടി ഇരുന്നിട്ട് ഞാനിങ്ങനെ കാഴ്ചകൾ കാണും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് ഞാൻ നിൽക്കുന്നത് ശ്രുതിലയത്തിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മുടെ ശ്രുതി തമ്പിയുടെ ഒരുപാട് കോടികൾ മുടക്കി ചിലവഴിച്ച വീടിൻ്റെ ഫ്രണ്ടിലാണ്. നമുക്ക് അപ്പോൾ ഈ വീടിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വരാം. ആൻഡ് എത്ര രൂപ മുടക്കിയാണ് ഇത് ചെയ്തതെന്നുള്ള കുറേ ചോദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. സോ കം ലെറ്റ്സ് സീ. അങ്ങനെ നമ്മൾ ശ്രുതിലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. ആക്ച്വലി ശ്രുതി ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. സോഷ്യൽ മീഡിയയിൽ 25 ലക്ഷം ഓൺ റോഡ് പ്രൈസ് പറഞ്ഞ പുതിയ കാർ ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ ശരിക്കുള്ള പ്രൈസ് എത്രയാണെന്ന് നമുക്ക് ശ്രുതിനോട് തന്നെ ചോദിക്കാം. ആളിവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല, കാരണം ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി എവിടെയെങ്കിലും പോയോന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. ഇല്ലാന്ന് തോന്നുന്നു. ഓ ഉണ്ട്. ഹലോ മസ്തു, ഞങ്ങൾ പറയായിരുന്നു ശ്രുതി ഉണ്ടോന്ന്. വെൽക്കം. അല്ല, താങ്ക് യു. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആയിക്കോട്ടെ. ആക്ച്വലി അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ്. ഇഷ്ടമായോ? ഏറ്റവും എൻഡിലാണ് ഈ ഒരു വീട്. നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ഫസ്റ്റ് വ്യൂ വരുന്നത് ഈ ഒരു വീട്ടിലേക്ക്. അതാണ് ഇത്രയും സ്ഥലം കിടന്നിട്ട് ഞങ്ങളിത് ചൂസ് ചെയ്യാൻ കാരണം, ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. നല്ല വ്യൂ ആണ്. നമുക്ക് സ്റ്റാർട്ട്. ശ്രുതിലയത്തിന്റെ ഫ്രണ്ടിൽ ശ്രുതി തമ്പിയോട് കൂടി ആക്ച്വലി ഫംഗ്ഷന്റെ ഭാഗമായിട്ട് വെച്ചതാണ്, പേര് റിവീൽ ചെയ്യാൻ വേണ്ടിട്ട്. അവര് എടുത്തിട്ട് പോയിട്ടില്ല, പിന്നെ കുറച്ച് ദിവസം ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. വീടിന്റെ പേര് ശ്രുതിലയം. അപ്പൊ പുത്തൂരൻ വീട് ഇത് ഞങ്ങള് തറവാട്ട് പേരാണ്, അച്ഛന്റെ തറവാട്ട് പേരാണ്. ഇത് അച്ഛൻ. പുത്തൂരാൻ വീട് മറ്റേ ഉണ്ണിയാർച്ച. വാളും പരിചയമില്ലെന്നേ ഉള്ളൂ. മോഡേൺ ഉണ്ണിയാർച്ച പുതിയ പേരായി. സത്യം പറ, എത്ര സ്ക്വയർ ഫീറ്റിൽ എത്ര കോടികൾ മുടക്കിയാണ് താങ്കൾ ഈ വീട്? ഭയങ്കര കോടികളൊന്നുമില്ല. ഇത് ആക്ച്വലി 2850 സ്ക്വയർ ഫീറ്റ് ആണ്. സ്ഥലം ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ കുറേ മീഡിയാസ് ഒക്കെ ഇങ്ങനെ എന്തൊക്കെയോ എഴുതി വിടുന്നുണ്ടായിരുന്നു. സ്ഥലം ഉൾപ്പെടെ, പിന്നെ കാര്യമായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്.
അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 2850 സ്ക്വയർ ഫീറ്റിൽ 1.25 കോടി ആയത്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ചിലർ പറഞ്ഞു ഇങ്ങനെ വീട് കാണുമ്പോൾ ഇത് 38 ലക്ഷത്തിന് പണിയാൻ പറ്റും, 55 ലക്ഷത്തിന് പണിയാൻ പറ്റും, 78 ലക്ഷത്തിന് പണിയാൻ പറ്റും എന്നൊക്കെ. ഞാൻ തിരിച്ച് കമന്റ് ഇടാം, നിങ്ങളൊന്ന് 38 ലക്ഷത്തിന് ഈ ഒരു വീട് പണിത് കാരണം ഇപ്പോഴത്തെ റേറ്റ് അറിയാലോ. ഒരു വീട് പണിയണമെങ്കിൽ നമുക്ക് എല്ലാ മെറ്റീരിയൽസിന്റെയും, എനിക്ക് ആദ്യമേ ഒരു വീട് പണിയുടെ ഒന്നും അറിയാത്ത ആളാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാവും ഓരോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിന്റെ കാര്യം. കാരണം A to Z പർച്ചേസിലും എനിക്കറിയാം. അപ്പോൾ നമുക്ക് വിചാരിച്ചതിനും കൂടുതൽ ബഡ്ജറ്റിലാണ് ഇപ്പോൾ നിന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ പാടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ബെൽറ്റ് ഇട്ടിട്ടാണ് നമ്മുടെ കോമ്പൗണ്ടൊക്കെ വാർത്തിട്ടുള്ളത്. മതിലടക്കം ബെൽറ്റ് ഒക്കെ. അപ്പോൾ അങ്ങനെ കുറേ എക്സ്പെൻസ് ആയിട്ട് ഓവറോൾ നോക്കിയിട്ടാണ് ഈ 1.25 കോടി എന്ന് പറഞ്ഞത്. അല്ലാതെ നമുക്ക് ഇപ്പൊ പുറമേ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിനിപ്പോ അത്രയും ആവില്ല എന്നൊക്കെ നമ്മൾ ഇന്റീരിയർ അടക്കം എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഉള്ള ബഡ്ജറ്റാണ് പറഞ്ഞത്. അതും ഏകദേശമാണ് ഞാൻ പറഞ്ഞത്, കറക്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. കാൽക്കുലേറ്റ് ചെയ്ത് ചിലപ്പോൾ അതും കടന്നു പോകാൻ ചാൻസ് ഉണ്ട്. അത് ധൈര്യം വരാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഫൈനൽ കാൽക്കുലേഷൻ ചെയ്തിട്ടില്ല. എന്തായാലും അതിനും കൂടാനേ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആക്ച്വലി പടിപ്പുര വഴിയും കയറാം, പക്ഷെ മെയിൻ എൻട്രൻസ് വഴിയും കയറാം. കാരണം അവിടെ വേറൊരു മെയിൻ ആള് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അയാളാരാ? ഞാൻ അറിയാത്ത ഒരാള്, നിങ്ങളെക്കാൾ വിലയുള്ള ഒരാളാണ് അവിടെ ഇരിക്കുന്നത്. 25 ലക്ഷം എന്നൊക്കെ ആളുകൾ 25 ഇല്ല. അത് നമുക്ക് ചോദിക്കാം. വാ ഞാനാണല്ലോ വീട്ടുകാരില്ലേ. പിന്നെ ഞാനോ? പിന്നെ അത്ര നിർബന്ധാച്ചാ. ഇവിടെ റാന്തലൊക്കെ ഉണ്ട് ഗൈസ്. ഇതെങ്ങനെ കത്തിക്കുക? ശരിക്കും ഇതെങ്ങനെ കത്തിക്കുക? അല്ല, ഇത് ഇലക്ട്രിക് റാന്തലാണ്. ഇത് നമ്മൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് പടിപ്പുരയൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കുറവ് പോലെ. അപ്പോൾ പടിപ്പുര ആകുമ്പോൾ റാന്തൽ കിട്ടുന്ന കുറച്ചും കൂടെ ഒരു ലുക്ക് ആയിരിക്കില്ല. അങ്ങനെ നമ്മുടെ എറണാകുളം പത്മ ജംഗ്ഷനിൽ പോയപ്പോൾ അവിടെ ഷോപ്പൊക്കെ തപ്പി പിടിച്ചിട്ട് അവിടെ നിന്ന് കിട്ടിയ ഒരു ആന്റിക് പീസാണ്. ഞാൻ ആക്ച്വലി വിചാരിച്ചെന്താ വെച്ചാൽ ഇത്രയും സ്പേസ് അല്ലേ ഉള്ളൂ, അപ്പൊ ഈ ഗേറ്റ് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി ഇത് ഇവിടെ നിന്ന് കറങ്ങി അവിടെ വരെയും പോകുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമുക്ക് റോള് ചെയ്ത് വെക്കാന്ന് വെച്ചാലും സ്പേസ് ഇല്ലല്ലോ കറക്റ്റ്. പിന്നെ അവരുടെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. നമുക്ക് മര്യാദയ്ക്ക് തുറക്കാനുള്ള ഗേറ്റും വെക്കാൻ പറ്റത്തില്ല. പിന്നെ ആകെയുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ആർക്കിടെക്ട്സ് തന്നെ ഡിസൈൻ ചെയ്ത് തന്ന ഗേറ്റ് ആണത്. പക്ഷെ കൊള്ളാട്ടോ, എല്ലാം കൊണ്ടും കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. സത്യം പറ, എത്ര രൂപയുണ്ട്? നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടില്ല. ഇത് ഓൺ ദ റോഡ് 20 ലാക്ക് സംതിങ് ഉള്ളൂ. പക്ഷെ 25-26 ലക്ഷങ്ങളൊക്കെ വരെ വില കൂടും. ഞാൻ ആലോചിത് സോണറ്റല്ലേ? കിയ സെൽറ്റോസ് ഓട്ടോമാറ്റിക് പെട്രോൾ ടോപ്പ് എൻഡ് മോഡലാണ്. പക്ഷെ ഇതൊക്കെ എടുത്തിട്ടിട്ട് ഇയാളിവിടെ ഇല്ലല്ലോ. അതാണ് ഇത്തവണ പോകുമ്പോൾ ഭയങ്കര സങ്കടം. വീട് വണ്ടി എല്ലാം മിസ് ചെയ്യുമല്ലോ എന്നുള്ളൊരു സങ്കടം. ഇത് ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് പോലും ഇല്ലല്ലോ. അപ്പം എങ്ങനെ ഇത് ജസ്റ്റ് നമ്മൾ ഇറക്കിയിട്ട് അമ്പലത്തിൽ പൂജിച്ചു. പിന്നെ വീട്ടിലേക്കുള്ള ഫൈനൽ കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി അങ്കമാലി വരെ പോയി. അത്രയേ ഉള്ളൂ. എന്താ ബ്ലാക്ക് കളർ ആണോ ഇഷ്ടം? അതുകൊണ്ട് ബ്ലാക്ക് ഇഷ്ടം. എടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് എടുക്കാന്ന് വിചാരിച്ചു. എന്താ ഇത് കിയ തന്നെ എടുത്തത്? കിയ അല്ല കേട്ടോ, എന്റെ ആഗ്രഹം താറായിരുന്നു. പക്ഷെ താറ് നമ്മൾ എടുക്കുമ്പോൾ പിന്നീട് ഞാൻ ഇവിടെ ഇട്ടിട്ട് ഞാൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഫാമിലി യൂസും കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ കംഫർട്ട് SUV ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാ. കൊള്ളാം. പക്ഷെ ഇതില് ഡ്രൈവ് ഒന്നും പോയിട്ടില്ല. നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഡ്രൈവർ ശ്രുതി തമ്മിൽ വേണമെങ്കിൽ ഒരു എപ്പിസോഡായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റിൽ. സോ ഇതാണ് നമ്മുടെ എൻട്രൻസ്. കയറി വരുമ്പോൾ തന്നെ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു ക്യൂട്ട് പരിപാടിയാണത്. ഗാർഡൻ റൂൾസ് ഒക്കെ ഉള്ള ഒരു ഗാർഡൻ ആണ് ഇവിടെ. ആക്ച്വലി ഇത് എനിക്ക് ഇതിന്റെ ഓരോ മുക്കും മൂലയിലൊക്കെ എൻ്റെ കൈ പതിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ യുണീക്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്യണം. അത് ആളുകൾ വരുമ്പോൾ വൺസ് നമ്മുടെ ഫസ്റ്റ് തന്നെ വീട് കാണുമ്പോൾ അത് എല്ലാത്തിലേക്കും അവരുടെ കണ്ണുടക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ 2 വർഷം എടുത്തിട്ട് നമുക്ക് ഈ വീട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 2 വർഷം എടുത്തു. ആ 2 വർഷം ടൈം എനിക്ക് എൻ്റെ എഞ്ചിനീയർ ആർക്കിടെക്ട് ടീം ആ 2 വർഷം തന്നപ്പോൾ ഞാൻ അവരെ സ്പീഡാക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നാവട്ടെ എന്തത്ര ലാഗ് വരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ 2 വർഷം എനിക്ക് കിട്ടിയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് വളരെ സമയമെടുത്ത് ഇപ്പൊ ദുബായിൽ നിന്ന് വന്നപ്പോഴേ കൊണ്ടുവന്ന കുറേ ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എനിക്ക് ആ ടൈം കിട്ടിയപ്പോൾ എനിക്ക് ഓരോന്നും സമയമെടുത്ത് സെലക്ട് ചെയ്യാനുള്ളൊരു സാവകാശം കിട്ടി. അതിൻ്റെ ഒരു ഭംഗി ഉണ്ടെന്ന് തോന്നുന്നു, കണ്ടിട്ട് പറയാം. അതാ ഞാൻ ആദ്യം തന്നെ ഇത് നോട്ടീസ് ചെയ്തു. അങ്ങനെ ഇവിടെ ആക്ച്വലി കുറെ കുഞ്ഞു ക്യൂട്ട് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ കൊടുക്കുന്ന ഒരുപാട്. എനിക്ക് ലാൻഡ്സ്കേപ്പ് ഭയങ്കര ഗ്രീൻ ആയിട്ട് നമ്മുടെ സ്ഥലം ഇരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നമുക്ക് മുറ്റം പരിമിതി ഉണ്ടല്ലോ, സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് ഉള്ള സ്ഥലം വൃത്തിയായിട്ട് ഒരു ഗാർഡനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഹഗ് ആൻഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീം വന്നിട്ട് ഗാർഡൻ ചെയ്താണ്. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടീസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഫ്ലവേഴ്സ് ഇനി അടുത്തൊന്നും ഞാൻ ഇനി ഇതിൽ തൊടാനുള്ള ഒരു പ്ലാനും ഇല്ല. കാരണം ഏകദേശം നമ്മൾ തീർന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഇനിയിപ്പോൾ മോഡിഫൈ ചെയ്യാനുള്ള എല്ലാ പരിപാടിയും തീർത്തിട്ടാണ് നമ്മൾ ഹൗസ് വാമിങ് വെച്ചത്. ഒന്നും ബാക്കി വെച്ചിട്ടില്ല. സോ ഇപ്പം നോക്കുകയാണെങ്കിൽ എല്ലാം പക്കായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ കുറേ ടൈം ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നുള്ളൂ. ഇൻഷാല്ലാ. ഇപ്പോൾ എത്ര ബെഡ്റൂംസ് ഉണ്ട്? 4 ബെഡ്റൂംസ്. 4 ബെഡ്റൂം. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം.
ഓക്കെ, അതിനു മുന്നേ ഇവിടെ കുറെ ലൈറ്റ്സ് ഉണ്ട്. ഞാൻ ഏത് വീട്ടിൽ പോയാലും ശ്രദ്ധിക്കും അവരുടെ ലൈറ്റ്സ്. ഞാനും പ്രത്യേകിച്ച് വീട് പണി തുടങ്ങിയപ്പോൾ ഞാൻ എവിടെ പോയാലും അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും. ഇതൊക്കെ നമ്മുടെ എറണാകുളത്ത് ഇവിടെ വന്നതിന് ശേഷം ഈ 3 പീസൊക്കെ എറണാകുളത്ത് നിന്ന് എടുത്തതാണ്. ബാക്കി കുറെ ലൈറ്റുകളൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നു. ഇത് നമ്മൾ എറണാകുളത്ത് നിന്ന് ഷോപ്പ് ചെയ്ത ലാസ്റ്റ് സമയമായപ്പോൾ എടുത്തതാണ്. കൊള്ളാം. വാ, അകത്തേക്ക് കയറാം. വലത് കാലത്ത് ഇരിക്കൂ. ഓക്കെ, വെൽക്കം ഹോം. ശ്രുതി ഇരിക്കും, മടിച്ചിക്കല്ലേ? ഇരുന്നോളൂ, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഒരു ബേസ് കളറാണല്ലേ കൂടുതലും സെലക്ട് ചെയ്തേക്കുന്നത്. ലൈറ്റ് കളേഴ്സ് ആണ് ഇഷ്ടം. ഞാൻ അവിടുത്തെ ഫ്ലാറ്റിലും അവിടെ ദുബായിലുള്ള ഫ്ലാറ്റിലും ഈ കർട്ടനൊക്കെ ചെയ്തിരിക്കുന്നത് ഈ കളർ തന്നെ. അവിടെയും ഏകദേശം ഇത് തന്നെയാണ് കളർ തീം ചെയ്തേക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോഴും ഇത് ചൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു വീടിന്റെ പണീന്റെ ഒരു പകുതി സ്റ്റേജൊക്കെ എത്തിയപ്പോഴേക്കും കർട്ടൻ്റെ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുമല്ലോ. അങ്ങനെ അവർ വന്നിട്ട് അവരെ കാണിച്ചു തന്നപ്പോഴും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതിനോട് മാച്ച് ചെയ്തിട്ട് പിന്നെ ഫർണിച്ചർ എടുത്തു. അപ്പം സ്വന്തമായിട്ട് ഒരു വീട് വെക്കാന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരിക്കും. അപ്പോൾ ഈ പ്രായത്തിൽ തന്നെ സ്വന്തമായിട്ടൊരു വീട് വെക്കുക, അതും ആ ഹൗസ് വാമിംഗ് ഡേയുടെ അന്ന് തന്നെ ഒരു പുതിയൊരു കാർ ഇറക്കുക, അതൊക്കെ ആക്ച്വലി ഭയങ്കര വലിയ കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ? ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, കാറ് റെഡി ക്യാഷ് അല്ല. നമുക്ക് ഇവിടെ അറിയാമല്ലോ, നമുക്ക് ഒരു കാർ ഇറക്കണമെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കാർ ഇറക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ വേണ്ട. നമുക്ക് EMI ഒക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലേ? അപ്പോൾ ആളുകളുടെ വിചാരം അത്ര വലിയ വീട് വെച്ചു അപ്പോൾ തന്നെ കാർ എടുത്തു, ഇതെല്ലാം റെഡി ക്യാഷ് അങ്ങനെയാ. കാറ് സത്യസന്ധമായി പറയുകയാണെങ്കിൽ കാറ് EMI ആണ്. ഓക്കെ, അപ്പോൾ കാരണം വീട് പണിന്റെ ക്ഷീണത്തിനിടയിൽ എനിക്ക് റെഡി ക്യാഷിന് കാർ എടുക്കാനുള്ള ഞാൻ മറ്റേ പണം കായ്ക്കുന്ന മരമൊന്നും ഞങ്ങളുടെ മുറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് EMI ആണ്. ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് കുറച്ച് കൊടുത്തിട്ട് ബാക്കി EMIക്ക് എടുത്തു. പിന്നെ വീടിന്റെ കാര്യം പറയുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറേ വർഷങ്ങളായിട്ട് കുഞ്ഞിലേ മുതൽ തീരെ കുഞ്ഞിലേ ഞാൻ തന്നെ പറയും, വലുതാവുമ്പോൾ എനിക്കുള്ളത് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് കുഞ്ഞിലേ പറയുന്നത്. എന്ത് കണ്ടിട്ടാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് ചെറുതിലേ അങ്ങനെ പറഞ്ഞ് ഇടക്കാലത്തൊക്കെ അമ്മയോട് ഞാൻ പറയും, ഡോൺ വറി, എൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണം, ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് അത് ഞാൻ അന്ന് പാരൻസിന് കൊടുത്ത വാക്ക് എനിക്ക് കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റി. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്. ആക്ച്വലി വീടുണ്ടാക്കാനുള്ള പൈസ എവിടെ നിന്ന് ഞാൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഞാൻ ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്? പബ്ലിക്കിനെ കൊണ്ടുവന്നിട്ട് ഞാൻ കാണിക്കണോ എനിക്ക് ഇവിടെ നിന്നാണ് പൈസ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനെ കൊണ്ടൊന്നും കാണിക്കേണ്ട കാര്യമില്ല. എനിക്ക് ആകെ ബോധിപ്പിക്കാനുള്ളത് എൻ്റെ പാരൻസ്, എൻ്റെ വീട്ടുകാർ. അവർക്ക് കറക്റ്റായിട്ട് അറിയാം ഞാൻ എവിടെ നിന്നാണ് ഈ പണം സമ്പാദിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ അവരെൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാലും എനിക്ക് ഒരു മടിയും കൂടാതെ അവരുടെ ഫ്രണ്ടിലേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് വെക്കാനായിട്ട് ഒരു പ്രശ്നമില്ല. അല്ലാതെ വേറൊരു ഹിഡൻ സോഴ്സിൽ നിന്നൊന്നും അല്ല പൈസ ഉണ്ടാക്കുന്നുള്ളൂ. എനിക്ക് വീട്ടുകാരെ, എൻ്റെ ബന്ധുക്കൾ കൂടി, ഇനിയിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ആർക്കാണെങ്കിലും അത് കാണണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ സമ്പാദ്യം സോഴ്സ് ഒന്നും ഇതുപോലെ പബ്ലിക്കായിട്ട് ആരെയും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഇനി എൻ്റെ ബന്ധുക്കൾക്ക് ഇനി പബ്ലിക് പറയുന്ന പോലെ എന്തെങ്കിലും മോശമായ രീതിയിൽ ജീവിക്കുന്നുണ്ടോ എന്ന് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അവർ വന്ന് ചോദിച്ചാലും എനിക്ക് സ്റ്റേറ്റ്മെന്റ് ധൈര്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. സോ അല്ലാതെ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരുടെ മുമ്പിലൊന്നും ഞാൻ പോയിട്ട് എനിക്ക് ഇതാണ് ജോലി, എനിക്ക് ഇവിടെ നിന്നാണ് ഇൻകം എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്, ലൈവ് ചെയ്യുന്നുണ്ട്, ടിക്ടോക്കിൽ ഗെയിംസ് ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ എല്ലാ ഇപ്പോൾ മസ്താനി സോഷ്യൽ മീഡിയയിലുള്ള ആളാണ്. ഫേസ്ബുക്കിൽ നിന്ന് പൈസ വരുന്നില്ലേ? ഇല്ല, യൂട്യൂബ് ഓൺലി. ഫേസ്ബുക്കിൽ കണ്ടന്റ് ഇടാറില്ല. എനിക്ക് ഫേസ്ബുക്ക് ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല. എന്റെ ഫേസ്ബുക്ക് ഒക്കെ മോണിറ്റൈസ് ആയിട്ട് കുറേ നാളായി. ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് ഇൻകം വരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ, പിന്നെ എന്താ ക്രിയേറ്റർ ആപ്പ്, അങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട്. എനിക്ക് കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എനിക്ക് ഒട്ടുമിക്കതിൽ നിന്നും എനിക്ക് പൈസ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയയിൽ വരുന്ന പൈസ എൻ്റെതല്ലേ അല്ലേ? അത് ഞാൻ എങ്ങനെ ആളുകളെ പറ്റിച്ചിട്ടുണ്ടാക്കുന്ന പറയാം. സോ ഇതാണ്, ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ കുറേ പേര് കമന്റ് ഇടും. അവർ കമന്റ് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മളൊരു സൈഡിൽ കൂടെ നമ്മുടെ സ്വപ്നങ്ങൾ നേടിക്കൊണ്ടിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രുതിയുടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഏതൊരാളാണെങ്കിലും നമ്മളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കമന്റ്സ് വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ റിയാക്ട് ചെയ്യും. പക്ഷെ ശ്രുതി ഇതുവരെ വന്ന ഒരു ഇപ്പോൾ കുറേ കോൺട്രവേഴ്സി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വായിന്ന് എന്താ ടങ്ക് സ്ലിപ്പായിട്ട് വരുന്ന സാധനങ്ങളിൽ വരെ ആൾക്കാർ കയറി പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളി അനുഭവിക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരിക്കൽ പോലും അതിനെതിരെ ജസ്റ്റ് ഒരു ഇൻഡയറക്റ്റ് സ്റ്റോറി ഇടാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കമന്റിന് റിപ്ലൈ കൊടുക്കാനോ അതെങ്ങനെ പറ്റുന്നത്? ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. അല്ല, ഞാൻ ഇത്രേ ചിന്തിക്കില്ല, ആരോടാ പറയണ്ടേ? ഇപ്പോൾ കമന്റുകൾ കുറേ നെഗറ്റീവ് വന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തലയും വാലും പോലും ഇല്ല, അഡ്രസ്സ് ഇല്ല, അവരുടെ ഫോട്ടോ ഇല്ല, അവരുടെ ഒരു വ്യക്തിത്വം ഒന്നുമില്ല. പിന്നെ ഞാൻ അവർക്ക് എവിടെയോ ഇരിക്കുന്ന ഏതോ ഒരാൾ അതും ഭയങ്കര വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുമ്പോൾ ഞാൻ എന്തിനാ അവരോട് സംസാരിക്കണം? എൻ്റെ ഒരു റിപ്ലൈ കിട്ടാനുള്ള അർഹത പോലും ഐഡിക്കില്ല.
അല്ലേ? നമ്മൾ പിന്നെ എന്തിനാണ് ഈ ഇങ്ങനത്തെ കുറേ യൂസ്ലെസ് ഐഡിയകൾക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം എനിക്ക് സത്യം പറഞ്ഞാൽ 24 hours തികയില്ല. എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ എനിക്ക് മാനേജ് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ യൂട്യൂബ് ചാനലും കൂടെ തുടങ്ങിയതിന് ശേഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാൻ വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ എനിക്ക് സമയം തികയുന്നില്ല എന്നുള്ളതാണ്. അതിനിടയിൽ ഞാൻ ഇത്രമാത്രം കമന്റുകളൊക്കെ വരുമ്പോൾ ഓരോന്നിനും റിപ്ലൈ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നമുക്ക് നമ്മുടേതായ ലക്ഷ്യങ്ങളും തിരക്കുകളും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പണിയില്ലാത്തവരായിരിക്കും ഈ കമന്റ് ഇടുന്നത്. അപ്പോൾ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവരും ഞാനും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് അങ്ങനെ തോന്നാറില്ല. പിന്നെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് പാരൻസ്, എൻ്റെ കൂടെ നിൽക്കുന്ന ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അവർക്ക് നന്നായിട്ട് അറിയാം എന്താണ് കാര്യം എന്ന്. പിന്നെ പബ്ലിക്കിനെ ബോധിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. ഓക്കെ, ഫർണിച്ചറിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു കർട്ടന് മാച്ച് ചെയ്താണ് എടുത്തതെന്ന്. എന്നാലും ഇത് ആരുടെ സെലക്ഷൻ ആയിരുന്നു? സ്വന്തം സെലക്ഷൻ? എന്റെ സെലക്ഷൻ തന്നെയാണ്. ഞാൻ ഇവിടെ ലീവിന് വന്ന സമയത്ത് ഞാനും എൻ്റെ ഇളയച്ചനുണ്ട്, ചേട്ടനുണ്ട്. അതായത് എൻ്റെ ഏട്ടനാട്ടോ ഇതിന്റെ കോൺട്രാക്ടർ. അപ്പോൾ ഏട്ടനും ഞാനും ഇളയച്ചനും കൂടെ പോയി അവിടെ ചെന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പർച്ചേസ് ചെയ്തു, ഫർണിച്ചറൊക്കെ. അങ്ങനെ നമ്മുടെ മെയിൻ ഡോറ്, ഫ്രണ്ടിലത്തെ ഡോറ് മാത്രം തേക്കാണ്. ബാക്കിയുള്ളത് തേക്കിൽ തീർക്കാൻ എനിക്ക് പറ്റിയില്ല, താങ്ങൂല. ബാക്കിയെല്ലാം മഹാഗണി. പ്ലാവിന്റെ എന്തൊക്കെയോ വർക്ക് ഉണ്ട് കേട്ടോ ഡോർ, ബാക്കിലത്തെ ഡോർ. അപ്പം ഈ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെയും കുറെ ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിളികൾ, ആളുകൾ, അതൊക്കെയാണ്. ഇതൊക്കെ ദുബായിൽ നിന്നാണോ? എല്ലാം ദുബായിൽ നിന്ന്. ഇതൊക്കെ നമ്മള് വീടിന്റെ ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയപ്പോ അത് അൺബോക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അമ്മ ഭയങ്കര ഭക്തിയാട്ടോ, ഭയങ്കര ദൈവഭക്തിയാണ്. അപ്പൊ അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ അമ്മയുടെ ഫ്രണ്ട്സ് തന്നെ കൊടുത്തിട്ട് ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നത്. എനിക്ക് ഇതുവരെ ഇതിൽ മൊത്തത്തിൽ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടമായത്. ഇതിന്റെ തൊട നല്ല സുഖം, ഒരു വെൽവെറ്റി സാധനം. ഇത് ഓരോന്നും ഫേവറേറ്റാ. അത് സ്വന്തം അധ്വാനത്തിൽ നിന്ന് വാങ്ങിച്ചതാണല്ലോ. ഞങ്ങൾ കാഴ്ചക്കാരല്ലേ. ഇത് ആരാ സത്യം? ഇത് ബോയ് ഫ്രണ്ട് അല്ലേ? അല്ല, ഇത് ആക്ച്വലി ഈ ഒരു പീസ് ഇവിടെ വെച്ചു. അപ്പൊ ഒരു ലവ് കോൺസെപ്റ്റ് ആണല്ലോ, അങ്ങനെ ഇത് വേറെ ഗിഫ്റ്റ് ആണ്, അല്ല വേറെ സംഭവമാണ്. ആഡ് ചെയ്ത് വെച്ചതാ. അല്ലല്ല, സെപ്പറേറ്റ് വെച്ചതാ. രണ്ട് സാധനങ്ങളാ. ഒരു തീം കണക്ട് ചെയ്തപ്പോ അങ്ങനെ സെറ്റ് ചെയ്തു. കൊള്ളാം. ഇവിടെ കണ്ട, എവിടെ നോക്കുമ്പോഴും ഒരു ആളുകൾ തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ സാധനങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് എവിടെയൊക്കെയോ വെച്ചിട്ടുണ്ട്. ചിലപ്പോ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കായിരിക്കും, നമ്മളോട് പറയാൻ താല്പര്യം ഉണ്ടാവില്ല. ബട്ട് ഞാൻ ചൂന്നെടുക്കും. കൊള്ളാം. എത്ര ഗിഫ്റ്റ് കിട്ടി? ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് നമുക്ക് കൂടുതലും ഭാഗ്യത്തിന് കിച്ചൺ ഐറ്റംസ് ഒക്കെയാണ്. ലൈക്ക് ഇൻഡക്ഷൻ കുക്കർ, എന്തൊക്കെയോ സംഭവങ്ങളല്ലേ കിച്ചണിലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ വന്നുള്ളൂ. ബാക്കി ക്രോക്കറി ഐറ്റംസ് ഒക്കെ കിട്ടി. ഇങ്ങനത്തെ ഡെക്കോർ ഐറ്റംസ് ഭാഗ്യത്തിന് അധികം കിട്ടിയില്ല. കാരണം കിട്ടരുത്, ഞാൻ ഓൾറെഡി കുറെ കൊണ്ടുവന്ന് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചു. അപ്പൊ ഇനിയും ഒരുപാട് ഡെക്കോർ ഐറ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ വേസ്റ്റ് ആയി പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് കൂടുതലും കിട്ടിയത് ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മ ഭക്തിയാന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ അങ്ങനത്തെ ഗോഡ് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ ഫ്രെയിംസുകളൊക്കെ കിട്ടി, ഒരുപാട് കിട്ടി. അങ്ങനെ കുറച്ച് ഞാൻ അതെടുത്തിട്ട് ഫിറ്റ് ചെയ്തു, ബാക്കിയെല്ലാം അഴിച്ച് വെച്ചു. അപ്പോൾ ഡെക്കോർ ഐറ്റംസ് കുറച്ച് കിട്ടിയുള്ളൂ, കിച്ചൺ ഐറ്റംസ് ഒക്കെയാണ് കൂടുതൽ. ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ വരുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു നടുമുറ്റം. ബുദ്ധ അല്ലേ? ബുദ്ധ ഫാനാണ് ഞാൻ. ബുദ്ധ ഫാനാണ്. അവിടെ ഒരു ബുദ്ധയുടെ ഇതുണ്ട്, ഇവിടെ ഒരു ബുദ്ധയുണ്ട്, ഇവിടെ ഒരു ബുദ്ധയുണ്ട്, ഇവിടെ ഒരു ബുദ്ധയുണ്ട്. എന്റെ ബുദ്ധനെ എത്ര ഇഷ്ടപ്പെടുന്നത്? പീസ്ഫുൾ, ശാന്തി, സമാധാനം. അതാണ് ലൈഫിൽ നമുക്ക് വേണ്ടത് അല്ലേ? അതെ. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നത്തെ ഒരു ഇന്റർവ്യൂവിൽ ശ്രുതി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു 4 കെട്ട്, ഒരു തറവാട്, ആ ഒരു ഞാൻ വീട് പണിയുന്നതിന് മുമ്പാണോ ആ ഇന്റർവ്യൂ? കുറെ മുന്നേ ഇത് പണ്ടേ ഉള്ള ഒരു ആഗ്രഹം നാടുമുറ്റം. ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പഴമയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ എല്ലാം ഇഷ്ടങ്ങളും ബാക്കി വീട്ടുകാരുടെ ഇഷ്ടങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാന്ന് തോന്നുന്നു. അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒന്നിനും തടസ്സം പറഞ്ഞില്ല കേട്ടോ. എല്ലാം നിന്റെ ഇഷ്ടം പോലെ അങ്ങനെ. എന്നാലും ഞാൻ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും. എല്ലാവരുടെയും ഇഷ്ടം തന്നെയാണിത്. ഇതാണ് ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ഏതാ ഈ വീട്ടിൽ? ഈ വീട്ടിൽ എനിക്ക് ഒരുപാട് ഫേവറേറ്റ് സ്പോട്ട്സ് ഉണ്ട്. മുകളിലൊരു ഓപ്പൺ ടെറസ് ഉണ്ട്, ഈ ഒരു ഏരിയ, പുറത്ത് ആംബിയൻസ്, ഇത് എൻ്റെ റൂം, അങ്ങനെ എനിക്ക് കുറേ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാം എൻ്റെ ഫേവറേറ്റ് തന്നെയാണ്. ഇവിടെ ഒരു പൂജാ സ്പേസ് ഉണ്ട്. ഇത് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. ആക്ച്വലി പൂജ മുറിയായിട്ട് പണിയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആർക്കിടെക്ട് അങ്ങനെ ഡിസൈൻ ചെയ്ത് തന്നപ്പോൾ പൂജ മുറിയായിട്ട് പണിയാനുള്ള ഒരു സ്പേസ് കിട്ടിയില്ല. കാരണം എല്ലാം ഏകദേശം ഫില്ലാണ്. പിന്നെ ചെറിയൊരു മുറിയായിട്ട് പണിയാനുള്ള ഗ്യാപ്പ് ഒന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു ഏരിയ അതിന് വേണ്ടിയിട്ട്. അപ്പം പോണ്ടിലേക്ക് വരുമ്പോൾ ഒരു ബുദ്ധന്റെ സ്റ്റാച്യു ഉണ്ട്. ഇതിനകത്തൊരു ഈ മീനിന്റെ പേരെന്താ? നിന്റെ പേര് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. കുറച്ച് കളർ ഫിഷിനെ വാങ്ങിട്ട് വരാൻ പറഞ്ഞപ്പോൾ വാങ്ങിച്ചിട്ടതാണ്. പേരൊന്നും എനിക്ക്. പക്ഷെ ഇത് വലുതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഭയങ്കരമായിട്ട് വലുതാണ്, നല്ല രസമാണ് കാണാൻ. 8 മീനുണ്ട് ഗൈസ് ഇതില്. ഡയറക്റ്റ് മഴ അവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് വീഴും. ഓപ്പണിംഗ് ചെയിനിക്കൂടെ വെള്ളം ചെയിനിക്കൂടെ അല്ലേ?
ഓക്കെ, അടിപൊളി. ഇവിടെ തന്നെ ആ ഒരു ഭാഗത്തേക്ക് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ്. നമ്മുടെ ഒരു ഫാമിലിയിൽ ഒരു നേരം ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെയാണോ അത് പൊതുവെ പറയാറ്? ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നവരാ, വൈകുന്നേരമാണ് കൂടുക. പക്ഷെ ശരിക്കും വീട്ടിലുള്ളപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നാട്ടോ ഭക്ഷണം കഴിക്കുന്നത്. അവിടെ ഇവിടെ ഓരോരുത്തർ ഒറ്റയ്ക്ക് പോയിരുന്ന് കഴിക്കുന്ന പരിപാടിയില്ല. അപ്പോൾ അതാണ് ഞാൻ 8 സീറ്റിൻ്റെ തന്നെ ഡൈനിങ് ടേബിൾ എടുക്കാൻ കാരണം. വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ TV യൂണിറ്റും ഡൈനിങ്ങും ഒരുമിച്ചാണ്. അപ്പൊ എല്ലാവരും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ TV കണ്ടുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കും. ആരും അങ്ങോട്ട് സംസാരിക്കത്തൊന്നുമില്ല. അതെനിക്ക് ഇവിടെ വേണ്ടെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഇതാകുമ്പോൾ എല്ലാവരും സംസാരിച്ച് കുറച്ചും കൂടെ കണക്ട് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് 8 സീറ്റിൻ്റെ എടുത്തു. ഇവിടെയും ഒരു വൈറ്റിഷ് ബേജ് കളറാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇവിടെ ഉണ്ട് വുഡൻ ലൈറ്റ്. ഇത് കടന്നുകൊടുന്നത് ഇതും ദുബായിലത്തെ കണ്ട്. ഇവിടുത്തെ ലൈറ്റ് ഒക്കെ ദുബായിലെയാ. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റിങ് സാധനം എന്താന്ന് വെച്ചാൽ തോക്ക്. ഞാൻ വന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് തന്നെ ഇവിടെ നിന്നപ്പോൾ ആദ്യം എൻ്റെ ശ്രദ്ധ പോയത് ഈ 4 തോക്കിലേക്കാണ്. അപ്പം ഞാൻ ആദ്യത്തെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഞാൻ ചോദിച്ചു ഇത് വർക്ക് ചെയ്യുന്നതാണോന്ന്. അപ്പോൾ ഒരു കഥ ഇറക്കിയിരുന്നു. പരമ്പരാഗതമായിട്ട് കാരണന്മാർ കൈമാറി തന്നൊരു തോക്കാണ്. കാട്ടിലൊക്കെ വേട്ടയാടാൻ പോകില്ലേ, അപ്പോൾ മുതൽ കാരണന്മാർ ഞങ്ങൾക്ക് കൈമാറി തന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുവാണെന്ന് ഞാൻ വെറുതെ തള്ളുമായിരുന്നു. ഞാനത് വിശ്വസിച്ചു. ഇത് വെറുതെ ഒരു ഷോ പീസ് ആണ് ദുബായിൽ നിന്ന് വന്നപ്പോൾ. ഇത് വർക്ക് ചെയ്യില്ല, വർക്ക് ചെയ്തില്ല, ബുള്ളറ്റ് ഒന്നുമില്ല, വെറുതെ ഒരു ഷോ പീസ് ആണ്. അവിടെ നിന്ന് വന്നപ്പോൾ കണ്ടപ്പോ ഒരു ആന്റിക് പീസ് അല്ലേ, നല്ല രസമുണ്ട്. പക്ഷെ കഥ കേട്ടാൽ വിശ്വസിക്കും, കാരണം അത്രയും പഴക്കമുള്ള ഒരു തോക്ക് പോലെ ഉണ്ട് കാണാൻ. വെറുതെ കൊണ്ടുവന്നത് കേട്ടോ, എവിടെ വെക്കുന്ന ഒരു ഐഡിയ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇത് കറക്റ്റ് ഇവിടെ സ്പോട്ട് ചെയ്തപ്പോൾ ഫംഗ്ഷന് വന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തൊരു സാധനം. അതേപോലെ തന്നെ കാണിക്കണോ വേണ്ട? അല്ല, ഇത് ആക്ച്വലി അവിടെ നിന്ന് കൊണ്ടുവന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. ബുക്കല്ല, ശ്രുതി ഭയങ്കരമായിട്ട് കണ്ടു കഴിഞ്ഞാല് ബുക്കാണെന്ന് തോന്നും, പക്ഷെ ഇത് ഷോ പീസ് ആണ്. ഞാൻ വന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ ഇതെന്താ ഹോം എന്ന് എഴുതിയിട്ട് 3-4 ബുക്ക് തുറന്നു നോക്കിയപ്പോഴാണ് ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇങ്ങനത്തെ കുറെ കളക്ഷൻസ് ഉണ്ട് അവിടെ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ കൊണ്ടുവന്നു ഇങ്ങനെ. പക്ഷെ കൊള്ളാം, നല്ല വൈബ് ഉണ്ട്. ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലും ഇല്ല ബുക്കാണ്. ഇതൊക്കെ ഞാൻ വെറൈറ്റി ഇപ്പോഴാണ് കാണുന്നത്. ഒരുപാട് ഹോം ടൂർ എടുത്തിട്ടുണ്ട്, പക്ഷേ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മളിപ്പോ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ആൻഡ് മെയിൻ ഗസ്റ്റ് ആളുകൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ശ്രുതിയേക്കാൾ ഫാനുള്ള ഒരാളാണ് തമ്പി. എന്നെ ദുബായിൽ തന്നെ എന്നെ എല്ലാരും ശ്രുതി നല്ല വിളിക്കുക, തമ്പി എന്ന് വിളിക്കുക. തമ്പി സാർ, തമ്പി ഇങ്ങ വാങ്ങോ. നമുക്ക് ശ്രുതിയുടെ അച്ഛൻ നമ്മുടെ കൂടെ ഇവിടെ ഇപ്പൊ ജോയിൻ ചെയ്യാൻ പോവാണ്. വരൂ, കടന്നു വരൂ, സ്വന്തം വീടാണ്, വരൂ. എന്തെത്ര ഇതാണ് സാക്ഷാൽ തമ്പി, എന്റെ അച്ഛൻ. ഇതാണ് ശ്രുതി തമ്പിയിലെ തമ്പി. വളരെ തിരക്കാണ്, ആൾക്ക് ഒരു മിനിറ്റേ നിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് കെഞ്ച് ചെയ്തോണ്ട് 2 മിനിറ്റ് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഈ ഒരു മൊമെന്റില്? വളരെ സന്തോഷം തോന്നുന്നു. സ്വന്തം മോള് സ്വന്തം വീട് വെക്കാൻ വീട് അതൊരു ജീവിതത്തിലൊരു യാഥാർത്ഥ്യങ്ങളാണ്. അത് ഒരിക്കൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇത്. ഭയങ്കരമായിട്ട് കുറെ കഷ്ടപ്പെട്ട്, ഒരുപാട് കഷ്ടപ്പെട്ടു. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെയൊക്കെ ഇഷ്ടം, എല്ലാവരുടെ ഇഷ്ടങ്ങളും മാനിച്ച് നല്ലൊരു വീട് വെച്ച് സന്തോഷം. അവളോട് ചാരിതാർത്ഥ്യം, നല്ല ചാരിതാർത്ഥ്യമുണ്ട്, അഭിമാനം തോന്നുന്നു. വീണ്ടും അഭിമാനം. എന്നാ 2 വാക്ക് പറയൂ ശ്രുതി തമ്പിനെ കുറിച്ച്. ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഞങ്ങൾക്ക് ശ്രുതി തമ്പിനെ അറിയുള്ളൂ. ഞങ്ങൾക്ക് ഇന്റർവ്യൂസിൽ കുറച്ച് സമയം സംസാരിക്കുന്ന ഒരു ശ്രുതി തമ്പി അറിയുള്ളൂ. വീട്ടിലെങ്ങനെയാ ശ്രുതി? ഞാൻ എൻ്റെ ചെറിയ 2 ഇൻസിഡന്റ് വീഡിയോയുടെ കാര്യം നടന്നത്, പണ്ടത്തെ കാര്യം പറയാം. ശ്രുതി മോള് ഡിഗ്രിയൊക്കെ എടുത്ത് ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ മറ്റേ ഇതിൽ എയർ ഹോസ്റ്റസിൻ്റെ ഇത് പോയി. എയർ ഹോസ്റ്റസിന് പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ ആവശ്യമായിട്ട് ഞാൻ വീട്ടിൽ ആ ഡ്രസ്സ് ഇട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അഴിപ്പിച്ചു. യൂണിഫോം അത് ഇട്ട് കഴിപ്പിച്ച് ഞാൻ പറഞ്ഞത് വേണ്ട, അത് നിർത്തി വേണം പറഞ്ഞ് പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഗാഡിയനെ അവരെ വിളിച്ചു, എന്നെ അവിടെ രൂപത്തേക്ക് വിളിച്ചു ഇവരിതിൽ. അപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ മറ്റു പിള്ളേരൊക്കെ ഇങ്ങനെ നടക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് കൈവായിക്കൊള്ളാൻ പറഞ്ഞു. ആദ്യം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പക്ഷേ അത് ഞങ്ങൾക്ക് സങ്കടം തന്നു. അത് തിരിച്ചു നിലത്ത് ചെയ്യാൻ പറ്റിയില്ല. അത് ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വിഷമങ്ങളൊക്കെ തീർന്നു. അതായത് പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് ഭാര്യയും കുടുംബത്തോട് സങ്കടം അല്ല പറയുമ്പോൾ സങ്കടമുള്ളത് മാത്രം, എന്നും ഒരു ലേഡിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റില്ല. കുറേ കഴിയുമ്പോൾ ഏജ് ഓവറാവും, വയസ്സാവും, സുഖമില്ലാതെയൊക്കെ ആവും. അപ്പോൾ ഒരു സെക്കൻഡ് പേഴ്സൺ വേണം, ഒരു കൂട്ട് വേണം. അതിനൊരു ആളെ കണ്ടു കഴിപ്പിച്ച് ഇപ്പോൾ ഒരു നല്ല സെറ്റിലായി
അത് ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. അതുകൂടി സാധിച്ചു തന്നാൽ ഞങ്ങൾ ഫുൾ ഹാപ്പി. സംതൃപ്തരായി. ഞാൻ വന്നപ്പോ തൊട്ട് ചോദിക്കുക, വീടായി, ഇപ്പൊ കാറ് വെച്ചു, കാറ് വാങ്ങി, വീട് വെച്ചു, ഇനിയിപ്പോ ഒരു കൂട്ടൊക്കെ ആവാം. ഞങ്ങൾക്ക് അത് അത്രേ ഉള്ളൂ. എനിക്ക് കൂട്ടച്ഛനും അമ്മയുണ്ട്. അച്ഛനും കൂട്ടം അമ്മയുണ്ട്, അമ്മക്ക് കൂട്ടം അച്ഛനുണ്ട്, ഞാനുണ്ട്. ശ്രുതിക്ക് കൂട്ടാരുണ്ട്. ആരെ നിർബന്ധിക്കുമ്പോ എന്താ പറയാ ശ്രുതി? ഇല്ല, എന്റെ ഇഷ്ടത്തിന്റെ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരാളെ ഏജ് ശരിക്കുള്ള ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ഇഷ്ടത്തിന് പോകണേ. അവിടെ ഗാർഡിയൻസ് യാതൊരു ഇതില്ല, ബലമില്ല. അത് അവരുടെ ഇഷ്ടം. കുട്ടി എന്താ കല്യാണം കഴിക്കാത്ത? പറ്റിയവരാണ് നോക്കട്ടെ. ലവ് മാരേജിനെ സമ്മതിക്കും? ലവ് ചെയ്ത് എങ്ങനെയായാലും കുഴപ്പമില്ല. കെട്ടിയോ ഒന്നും കേട്ടോ പോയാ മതി ഇവിടുന്ന്. കെട്ടി പോകാനല്ലോ, ഇവിടെ കൊണ്ടുവരാനല്ലേ. അതെ, കാരണം പുള്ളിക്കാരത്തെ ഇത് എനിക്ക് വീട് വിട്ട് ഇനി പോകാൻ പറ്റില്ല. ഞാൻ അതനുസരിച്ചുള്ള ഒരു പയ്യനെ ചോദിച്ചെടുക്കുക. പയ്യനല്ല, ഇനിയിപ്പോ ഒരു അനാഥനായ ഒരു പയ്യൻ, 40,000 പൈസ പയ്യന എവിടെന്നെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് ഇതായിട്ടുള്ളതായാലും ഞാൻ ആലോചിക്കുന്നത് എന്തറിയോ, അനാഥ പയ്യന്മാരില്ലേ, വീട്ടുകാരൊന്നും ഇല്ലാത്ത, അങ്ങനെയുള്ള ഒരു ചെക്കനെ കിട്ടിയിട്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയാലെന്ന് ആലോചിക്കാം. അതാവുമ്പോ വീട് വിട്ട് പോകാൻ വേണ്ട, ചെക്കൻ ഇവിടെ ഉണ്ടാവും. അല്ലല്ലോ ഇപ്പോഴും ഒരാളെ തേടി പിടിച്ച് കണ്ടുപിടിക്കാനുള്ള നല്ല പ്രാണിയുണ്ട്, നല്ല സ്റ്റാൻഡേർഡും ഉണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ പറയുന്നത് ഞങ്ങൾക്കൊരു ആൺകുട്ടിയാണെന്ന് പറയുന്നത്. ഞങ്ങൾ ആൺകുട്ടി, ഞങ്ങൾക്ക് 2 പെൺപിള്ളേർ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉള്ളൂ. ഇത് ആൺകുട്ടി എന്ന് പറയണേ. ചെറിയ പാളിച്ചോറ്റി പോയി. എനിക്ക് പെണ്ണായി പോയത് അതെങ്ങനെയോ തെറ്റി പോയതാ. ഇല്ല, ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു ആൺമക്കൾ എപ്പോഴും തോണിയാണല്ലോ. അപ്പൊ ആൺമക്കൾ ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞൊരു കുറവ് ഇവര് ലൈഫിൽ അത് ചിന്തിക്കരുതെന്ന് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. അതായത് ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ 2 പെൺകുട്ടികളായി പോയല്ലോ, ആ ഒരു ചിന്ത ഇവർക്ക് ഉണ്ടാവരുതെന്ന് എനിക്ക് കുഞ്ഞിലേ മുതലുള്ള ഒരു വാശിയാണ്. ഒരു ആൺകുട്ടിയെ കുടുംബത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഞാനായിട്ട് ചെയ്തു കൊടുക്കണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം എന്നെ സഹിച്ചതിന് നമസ്കാരം. സോ നമ്മൾ ഒരു വീടിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് കിച്ചണാണ്. ഞങ്ങൾ ശ്രുതി തമ്പിയുടെ കിച്ചണിലാണ്. കുക്ക് ചെയ്യാറുണ്ടോ? ഞാനോ? ഞാൻ അവിടെ കുക്ക് ചെയ്യും. ഇവിടെ എന്റെ കുക്കിംഗ് ആരും അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. ഞാൻ പണ്ടൊരു വീഡിയോ ഉണ്ടല്ലോ ചപ്പാത്തി ഉണ്ടാക്കുന്നത്, എനിക്ക് കുക്കിംഗ് അറിയില്ലെന്ന് പറഞ്ഞു. വീട്ടില് കുക്കിംഗ് ഇല്ല കേട്ടോ, സത്യസന്ധമായി പറഞ്ഞു. ഇവിടെ കുക്ക് ചെയ്യില്ല. പക്ഷെ അവിടെ ഉള്ളപ്പോൾ ഞാൻ ഒറ്റയ്ക്കലുള്ള അപ്പോൾ എനിക്ക് കുക്ക് ചെയ്ത് കഴിക്കണം. ഇവിടെ അച്ഛന് നിർബന്ധം അമ്മ ഉണ്ടാക്കിയ കറിയേ കഴിക്കുള്ളൂ. അമ്മ ഉണ്ടാക്കിയ ഫുഡാണ്, അതാണ് എനിക്ക് നല്ലത്. അങ്ങനെ നാട്ടിൽ കുക്ക് ചെയ്യാറില്ല. അപ്പോ കിച്ചൺ എവിടെ നിന്ന് തുടങ്ങും? ഫ്രിഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. LGയുടെ ബാക്കി പറയാം. ചെറിയ കിച്ചൺ, ചെറിയ ചെലവ്, ചെറിയ കിച്ചണാണ് ചെലവ് കുറവ്, അങ്ങനെയാ മൊത്തത്തിൽ പറയാം. അപ്പൊ ഞങ്ങളും ചെറിയ കിച്ചണായി. ചെറിയ കിച്ചൺ. വാട്സൺ ബൈ ഫ്രിഡ്ജ് ചേട്ടാ, ഇതിലെന്തെങ്കിലും ഉണ്ടോ? അതില് അങ്ങനത്തെ ഐറ്റംസ് ഉള്ളു. ജ്യൂസ് ഗൈസ്, പുതിയ വീടായതുകൊണ്ടാണ് അധികം ഐറ്റംസ് ഒന്നും ഇല്ല. പാലും ജ്യൂസൊക്കെ ഉള്ളു. ഐസ്ക്രീം, ജ്യൂസ് അങ്ങനത്തെ ഒക്കെ ഇല്ല. പിന്നെ ഇവിടെ ഇത് ഓവൻ, മൈക്രോവേവ്. ഇതൊക്കെ പ്രസ്സാണോ? ഇതെല്ലാം പ്രസ് ചെയ്തിട്ട് തന്നെ. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്യുന്നതും പ്രസ് ചെയ്തിട്ട് തന്നെ. ഇവിടെ ഫുൾ സ്റ്റോറേജ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. എൻ്റെ ഇവിടെ മാത്രം ഗ്രീൻ സെലക്ട് ചെയ്തേ. എനിക്കെന്തോ അവര് ആർക്കിടെക്ട്സ് ഇത് ഡിസൈൻ ചെയ്ത് തന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഗ്രീൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഗ്രീൻ ആണ്. ഇത് തുറന്നപ്പോ നല്ല സ്മെല്ല്. ഇവിടെ തിന്ന് എന്തുകൊണ്ട് ഇതിന്റെ അവിടെ നിങ്ങൾക്കുള്ള സ്നാക്സ് എടുത്ത് വെച്ചു. ചിക്കനും ബീഫൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ഇതാണോ ഇന്നലെ പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞു? ഇതെല്ലാം ഞാൻ ലാസ്റ്റ് സമയമുണ്ടല്ലോ, ഈ ഹൗസ് വാമിങ്ങിന്റെ 2 ദിവസം മുമ്പ് ഇങ്ങനത്തെ, എനിക്കറിയാം എന്തായാലും തിരക്ക് ഓട്ടം പാച്ചിലൊക്കെ എനിക്ക് ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ പർച്ചേസിന് ടൈം ഉണ്ടാവില്ല. പിന്നെ കുറച്ചും കൂടെ ഇങ്ങനത്തെ യുണീക്ക് ആയിട്ടുള്ള ഐറ്റംസ് ഓൺലൈൻ നോക്കുമ്പോൾ കിട്ടും. അങ്ങനെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഹൗസ് വാമിന്റെ തലേദിവസം ആയപ്പോഴേക്കും സെറ്റ് ചെയ്തു. ഇതെല്ലാം ആമസോണിൽ നിന്ന്. ഇവിടെ ഉണ്ട് കുറച്ച് ക്യൂട്ട് ജാർ. ഇത് നമുക്ക് ഹൗസ് വാമിന്റെ പ്രസന്റേഷൻ ഗിഫ്റ്റ് ചെയ്ത. കാരണം ഇത് നമുക്ക് കടുമാങ്ങ അച്ചാർ, അമ്മ എപ്പോഴും അച്ചാറൊക്കെ ഇടുന്ന ആളാ, ഈ ലൂബിക്ക, കടുമാങ്ങ, നാരങ്ങയൊക്കെ. അപ്പൊ ഇത് അച്ചാറുകളൊക്കെ ഇട്ട് വെക്കാനായിട്ട്, കല്ലുപ്പ്, അങ്ങനെ പറ്റിയ സാധനം. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും വേറൊരു കിച്ചണിലേക്ക്. ഇവിടെയാണ് ആക്ച്വലി കുക്കിംഗ് പരിപാടീസ് ഒക്കെ നടക്കുന്നത്. ഇത് ഞങ്ങൾ കുറച്ച് മുമ്പ് താമസിച്ച വീടുണ്ടല്ലോ, ഇതിന് മുമ്പ് ഞങ്ങൾ താമസിച്ച വീട്ടിൽ ഓപ്പൺ കിച്ചണാ. അന്ന് അത് ഭയങ്കര ട്രെൻഡൊക്കെ ആയപ്പോൾ പണിതത് ഓപ്പൺ കിച്ചൺ. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും കിച്ചൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും വൃത്തിയോടായിട്ടൊക്കെ കിടക്കുമല്ലോ. അപ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ പെട്ടെന്നുള്ളൊരു തിരക്ക് പിടിച്ച് ക്ലീനിങ്ങാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും വർക്ക് ഏരിയ, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള വർക്ക് ഏരിയ, എല്ലാ കുക്കിങ്ങും, പാത്രം കഴുകുക, കുക്ക് ചെയ്യുക എന്നുള്ള സാധനങ്ങളൊക്കെ പുറത്തെ വർക്ക് ഏരിയയിൽ ചെയ്തിട്ട് ആ കിച്ചൺ അടിപൊളി നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ അച്ഛനമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ രാത്രിയാണെങ്കിൽ പുറത്തിറങ്ങുന്നതിന് പകരം അവിടെ തന്നെ കുക്കിംഗ് ചെയ്യാം. അത് ഇവിടെയാണ് ആക്റ്റീവ് ആയിട്ടുള്ള കിച്ചൺ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഉള്ള സ്ഥലത്ത് ഞങ്ങള് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് ഏരിയ
സെറ്റ്. ഇതിന്റെ എല്ലാ ക്രെഡിറ്റ് ഉണ്ട് അളിയനാട്ടോ, കാരണം ആളാണല്ലോ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തത്. അപ്പോൾ ആളുടെ പ്ലാൻ ആയിരുന്നു. പക്ഷെ ഇത് നല്ല രസമുണ്ട് ഗൈസ്. ഇവിടെ നിൽക്കുമ്പോ ആർക്കാണെങ്കിലും ഒന്നും കുക്ക് ചെയ്യാനൊക്കെ തോന്നും. ബോറടിക്കില്ല അല്ലെ? കാരണം അങ്ങോട്ട് നോക്കി നല്ല വ്യൂ ആ. കാണിച്ചെടുക്ക്. നല്ല വ്യൂ, നല്ല കാറ്റൊക്കെ കൊണ്ട് ഭയങ്കര എൻജോയ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാൻ. വേണമെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ ഫുഡും കഴിക്കാം. നല്ല വൈബ് ഉണ്ടാവും. ഇതൊരു സ്പെഷ്യൽ വാഷ് ബേസിൻ ആണല്ലേ? ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചേട്ടൻ ഇങ്ങനെ വാട്സപ്പിൽ അയച്ചു തന്നു ഏതെടുക്കണം വാഷ് ബേസിൻ. അപ്പോൾ ഇങ്ങനെ കുറേ സെലക്ട് ചെയ്ത കൂട്ടത്തിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെയാണ്. ഇപ്പോൾ എന്താ നോർമൽ വാഷ് ബേസിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് അങ്ങനെ കഴിയുന്നില്ലേ, ഇതാകുമ്പോൾ ഓരോ ഫംഗ്ഷനും ഉണ്ട്. ഇത് നമുക്ക് പച്ചക്കറിയൊക്കെ കഴുകണമെങ്കിൽ അങ്ങനെയൊക്കെ ഇതിലിട്ട് കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ കഴുകാം. ഇതാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ഒക്കെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഗ്ലാസ് ജസ്റ്റ് ഒന്ന് കഴുകിട്ട് കൊടുക്കണമെങ്കിൽ ഗ്ലാസ് ഇത് തുറന്ന മൊത്തം വെള്ളം. ഇത് നോർമൽ, ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഇപ്പൊ എല്ലായിടത്തും ഇത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്യാൻ ഇതാക്കാം. ഇതും എനിക്ക് തോന്നുന്നു ഫ്രൂട്ട്സ് ഒക്കെ വാഷ് ചെയ്യാനായിരിക്കും. ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് അതെന്തുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ. അല്ല, ഇത് നമുക്ക് കുടിവെള്ളം. ഇത് താഴെ വാട്ടർ പ്യൂരിഫയർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കുടിവെള്ളം എടുക്കാൻ പറ്റും. തണുത്തത് എടുക്കാൻ പറ്റും. വാട്ടർ പ്യൂരിഫയർ ഞാൻ വെച്ചിട്ടില്ല. എനിക്ക് ഈ വീട്ടിൽ ആക്ച്വലി ഒന്നും കൊളാബ് ഒന്നും കിട്ടിയില്ല കേട്ടോ. ഒന്നും കൊളാബ് ഒന്നുമില്ല. അപ്പൊ വാട്ടർ പ്യൂരിഫയർ എങ്കിലും കൊളാബ് എങ്കിലും കിട്ടിട്ട് ഇല്ല, അത് ഞങ്ങള് സെറ്റ് ചെയ്യണം. വാങ്ങിയിട്ടില്ല, വാങ്ങണം. ഞാൻ വിട്ടുപോയത് ആക്ച്വലി. അപ്പൊ തിരക്കിനിടയിൽ നടന്നില്ല. ഇനിയിപ്പോ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേ നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ശ്രുതിയുടെ ബെഡ്റൂം മുകളിലത്തെ നിലയിലാണ്. എന്താണ് മുകളിലെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല, അതായത് താഴെ ഒരു റൂമും മുകളിൽ 3 റൂമായിരുന്നു എന്റെ പ്ലാൻ. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്തായാലും പാരന്റ്സിന് താഴെ തന്നെ കൊടുക്കണമല്ലോ, കാരണം അവർക്ക് എപ്പോഴും സ്റ്റെപ്പ് കയറിയിട്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു 2 റൂം താഴെ മസ്റ്റ് ആണ്. കാരണം ഒന്ന് അച്ഛനും അമ്മയ്ക്ക് നിൽക്കാനായിട്ട്, പിന്നെ ബന്ധുക്കൾ ആരെങ്കിലും കാരണന്മാരൊക്കെ വരൂലേ, അപ്പൊ അവർക്ക് വരുമ്പോ ചിലപ്പോൾ അച്ഛനും അമ്മയും റൂം മാറി കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനെന്തായാലും പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർക്കൊരു റൂം, കാരണന്മാർ ആരെങ്കിലും വരികയാണെങ്കിൽ സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവർ, അമ്മയുടെ അമ്മയൊക്കെ ഉണ്ട്, അപ്പൊ അവരാരെങ്കിലും വരികയാണെങ്കിൽ താഴെ തന്നെ റൂം വേണം. അങ്ങനെ 2 റൂം താഴെ. പിന്നെ ഓഫ് കോഴ്സ് വേറെ സ്ഥലം ഇല്ലല്ലോ, മുകളിൽ വെച്ചേ പറ്റും. പിന്നെ എനിക്കും എന്തായാലും എൻ്റെ പ്രൈവസി, ഇപ്പോൾ നാളെ ഒരിക്കലും നമുക്ക് സോഷ്യൽ മീഡിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും രാത്രി ഒക്കെ അങ്ങനെ കുറച്ചുകൂടി പ്രൈവസി കിട്ടുന്നത് അപ്സ്റ്റെയറിലാണ്. അപ്പം എൻ്റെ റൂം മുകളിലേക്ക്. നമുക്കപ്പോൾ ആ റൂം കാണാം. നമ്മുടെ തമ്പിയുടെ ബെഡ്റൂം ഗൈസ്. ഇത് ആക്ച്വലി ഒരു വീട്ടിലെ ബെഡ്റൂമാന്ന് തോന്നില്ല, ഏതോ റിസോർട്ടിലൊക്കെ കാട്ടിലെ ബെഡ്റൂം അങ്ങനെയല്ല, ഒരു റിസോർട്ടിലൊക്കെ വന്ന വൈബ് കേട്ടോ. ഇഷ്ടായോ? ഇത് താഴെ കണ്ട വീടിന്റെ റൂമേ അല്ല, ഇത് വേറെ തന്നെ റൂം. ഹായ്, പില്ലോക്കാരൊക്കെ നല്ല ഭംഗിയാണ്. ഭയങ്കര പൂക്കി റൂം, നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമായി. സോ ഈ റൂമിൽ ഒരുപാട് ക്യൂട്ട് സാധനങ്ങളുണ്ട്. ഇവിടെ ഇത് ആക്ച്വലി അവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. പാരന്റ് ബെഡ്റൂമിലും ഈ മാസ്റ്റർ ബെഡ്റൂമിലും ഡ്രസ്സിംഗ് യൂണിറ്റ് വേറെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്, ഡ്രസ്സിംഗ് യൂണിറ്റ് വേറെ കൊടുത്തു. ഓക്കെ, നല്ല ക്യൂട്ട് സാധനങ്ങൾ. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഈ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു കളറും ഏറ്റവും കൂടുതൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. വൈറ്റും ആഷ് കളറും ഈ ക്രീം കളറും ആണ് മൊത്തത്തിലൊരു തീം. എങ്ങനെ, എത്ര ധൈര്യത്തിലാണ് ഇവിടെ ഫുൾ വൈറ്റ് ആക്കാൻ തോന്നിയത്? ആ ധൈര്യം ഇടുന്ന എനിക്ക് ഭയങ്കര OCD ഉണ്ട്. അപ്പൊ ഞാൻ ബെഡിലേക്ക് കയറുമ്പോഴാണെങ്കിലും സെൽഫ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പൊ എനിക്കറിയാം എനിക്ക് വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും, കാരണം അവിടെ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. അമ്മ പറഞ്ഞു വൈറ്റ് ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അഴുക്ക് പിടിക്കില്ലെന്ന്, പക്ഷെ ഞാനത് ശ്രദ്ധിച്ച് യൂസ് ചെയ്യാം. അപ്പൊ എന്റെ റൂമിൽ മാത്രം വൈറ്റ് ആക്കി. എനിക്ക് ആക്ച്വലി വൈറ്റ് ഭയങ്കര പേടിയാണ്. വൈറ്റ് പാൻറ് തന്നെ ഇടാൻ തന്നെ ഭയങ്കര പേടിയാണ്. വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ്. ആണ്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മളത് നല്ല വൃത്തിക്ക് കൊണ്ടെടുക്കണം. ഇപ്പൊ ഈ വോളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ. അയ്യോ, എനിക്ക് ആക്ച്വലി ഫംഗ്ഷന്റെ അന്നൊക്കെ കുട്ടികളൊക്കെ നടക്കുമ്പില്ലേ, ഞാൻ ഫംഗ്ഷൻ മൊത്തം മാനേജും ചെയ്യണം. പിന്നെ കുട്ടികൾ ആരെങ്കിലും ചുമരിൽ പിടിക്കുന്നുണ്ടോ, അവിടെ തേക്കുന്നുണ്ടോ, അങ്ങനെ കുറെ ടെൻഷനാണ്. വൈറ്റ് അടിച്ചതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് എന്റെ മുഷിയോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പ്യുവർ വൈറ്റ് അടിച്ചതുകൊണ്ട്. പക്ഷെ കൊള്ളാം. പിന്നെ ഇതാണ് ഒരു ചെയർ ഉണ്ട്. എല്ലാവർക്കും അറിയേണ്ടത് എന്റെ ജോലി, എന്റെ വരുമാനം, എങ്ങനെ ഈ വീടുണ്ടാക്കിയതൊക്കെ അല്ലേ. ഈ ഒരു കസേരയാ, ഇതിൽ നിന്നാണ് ഞാൻ അതായത് എന്റെ ഗെയിം സ്ട്രീമിംഗ് ആണല്ലോ അവിടെ ചെയ്യുന്നത്, ടിക്ടോക്കിലെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ. അപ്പൊ ഇത് ഞാൻ അവിടെ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന ചെയറാണ്. അവിടെ ഇങ്ങനെ റിംഗ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ടാപ്പ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് ലൈവ് ചെയ്യും. അല്ല, നമ്മള് ഗെയിമില് ടാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈവിന്റെ ലൈക്കുകളാ. അപ്പൊ ഈ കമന്റ്സ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ടാപ്പ് ഗൈസ് അടിച്ചിട്ടല്ലേ വീട് പണിതെന്നുള്ളത്. എക്സാക്ട് കറക്റ്റ് തന്നെയാ. അപ്പൊ
ഈ ഇങ്ങനെയായിരുന്നു ഞാൻ അവിടെ ലൈവ് ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ ഈ ചെയർ എനിക്ക് അത്രയും ഫേവറേറ്റ് ചെയറാ. അപ്പോൾ ഇവിടെ വന്നിട്ട് എപ്പോഴെങ്കിലൊക്കെ ഗെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാലോന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഞാനിത് കയറ്റിയത്. കണ്ടെന്ന് അടിപൊളി. അതേപോലെ തന്നെ വേറെ വീണ്ടും ലൈറ്റുകൾ നോക്കുക. ഇവിടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. അവിടെ ഉണ്ടാവണം. ഇതും ലൈറ്റ് അല്ലേ? അത് ലൈറ്റ് ആണ്. അത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് ഇങ്ങനത്തെ പ്ലഗ് ആയിരിക്കും, യൂണിവേഴ്സൽ. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടാവണമെങ്കിൽ മൾട്ടിഫേസ് മറ്റു സംഭവം തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് ഇത് കണക്ട് ചെയ്തിട്ടില്ല. ഓ, ഇത് കൊള്ളാം. ഇത് കറക്റ്റ് ഇങ്ങനെ മാച്ചിങ്. ഇത് റെയിൻബോ ആണ് കേട്ടോ. കർട്ടൻസ് അവര് എടുത്തു പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ഹോം ടൂർ വീഡിയോ ചെയ്താലും അവരെനിക്ക് നല്ല റേറ്റിൽ തന്നെ ചെയ്തു തന്നു. ഇത് റെയിൻബോ കർട്ടൻസ് ആണ്. ഇത് ഫർണിച്ചർ ബുക്ക് ചെയ്ത ഷോപ്പിൽ ഞാൻ വിളിച്ചിട്ട് എൻ്റെ ആൾക്കാരുണ്ട്, അവർ വരും. അപ്പൊ നിങ്ങൾ തമ്മിലൊരു ടൈപ്പ് വരുന്നുണ്ട്. കർട്ടൻ്റെ ആൾക്കാർ പോയി ഫർണിച്ചറിന്റെ അവിടെ പോയി സംസാരിച്ച് അവർ തമ്മിലുള്ളൊരു കളർ ഫിക്സ് ചെയ്തത്. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ കളർ തന്നെ കിട്ടി. അതേപോലെ തന്നെ ഇവിടെ മിക്ക സീലിങ്സിലും വുഡിന്റെ ഒരു ടച്ച് ഉണ്ട്. ഇത് മഹാഗണിയാ. അത് ഇന്റീരിയറിന്റെ ആൾക്കാരോട് ഞാൻ പറഞ്ഞിരുന്നു, വുഡൻ ടച്ച് ആണ് എനിക്ക് ഡോർ ചെയ്യുമ്പോൾ സീലിംഗ് അങ്ങനെ ചെയ്യാനായിട്ടുള്ള പ്ലാൻ. ഓക്കെ. പിന്നെ എനിക്ക് ഇപ്പം ബെഡ്റൂംസിലാണെങ്കിലും റൂംസിലൊക്കെ ആണെങ്കിലും എനിക്ക് കുറച്ചും കൂടി ഫേവറേറ്റ് ഒരു അട്രാക്ഷൻ തോന്നുന്നത് റൂമിന്റെ ബാൽക്കണിയാണ്. ബാൽക്കണി ഇല്ലാത്തൊരു റൂമിൽ ഭയങ്കര ഒരു സഫക്കേഷൻ ആയിരിക്കും. ഇവിടെ നോക്കുമ്പോൾ വിശാലമായ ഒരു ഗ്ലാസ് വ്യൂ വെച്ചിട്ടുണ്ട്. ആക്ച്വലി റൂമിന്റെ സൈസ് ഇങ്ങനെയായിരുന്നു. ഇതപ്പോ നമ്മൾ പുറത്തേക്കുള്ള ഒരു ഏരിയ ആയിട്ട് കാർ പോർച്ച് അങ്ങനെ നീട്ടിയെടുത്തതാ. അപ്പൊ ഇത്രയാണ് ബാൽക്കണിക്കുള്ള സ്പേസ് ഇട്ടത്. ഇത് ഫുള്ള് ബാൽക്കണി ആക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത്രയും ബാൽക്കണി നമ്മൾ അങ്ങനെ എപ്പോഴും വന്നിട്ട് ബാൽക്കണി ഓപ്പൺ ചെയ്യത്തില്ല. അപ്പൊ എനിക്ക് റൂമിലെ സ്പേസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇത്രയും ഭാഗം റൂമിലേക്ക് ആഡ് ചെയ്തിട്ട് ചെറിയൊരു പോർഷൻ ബാൽക്കണിക്ക് കൊടുത്തു. പക്ഷെ ഇവിടെ ഫുൾ ഗ്ലാസ് ഉണ്ട്. ഫുൾ ഗ്ലാസ് വ്യൂ കിട്ടാനായിട്ട് ഫുള്ള് ഗ്ലാസ്. അങ്ങനെ ഇതാണ് ബാൽക്കണിയുടെ വ്യൂ. നമ്മള് അതായത് ഈ വീടിന് കുറെ പ്രത്യേകതകളുണ്ട്. പല സ്ഥലത്തും പല വ്യൂ ആണ്. താഴ്ത്തിരിക്കുമ്പോൾ ഭയങ്കര ഒരു ട്രഡീഷണൽ സ്ഥലത്ത് കയറിയൊരു ഫീലാണ്. ഈ റൂമിൽ അതെ, ഈ റൂമിൽ വന്നപ്പോഴേക്കും വേറെ ഏതൊരു റിസോർട്ട് വൈബാണ്. പിന്നെ ഈ ഏരിയയിലേക്കുള്ള വ്യൂ വേറെയാണ്. ഇവിടുന്ന് ബാക്ക് സൈഡിലുള്ള വ്യൂ ഭയങ്കര പാടം, പ്രകൃതി, അങ്ങനെ ഭയങ്കര കുറെ ഡിഫറെന്റ് വ്യൂസ് ഉണ്ട്. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. ഇവിടേക്ക് വൈകിട്ട് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ നല്ല രസമായിരിക്കും. കൊള്ളാം. നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് വന്ന് നോക്കിക്കോ. പക്ഷെ ഇവിടെ കുറച്ച് എന്തെങ്കിലും കുഞ്ഞു സാധനം ഇട്ട വൈപ്പായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വാഷ്റൂം ഏരിയ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഗ്രീൻ കളറിലെ ടൈൽ തന്നെ വേണമെന്ന് നോക്കി ഈ ടൈല് സെലക്ട് ചെയ്തതാണ്. പിന്നെ ഇപ്പോഴത്തെ മോഡേൺ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഷവർ സിസ്റ്റം ആണ് വെച്ചിരിക്കുന്നത്. അത് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ മിസ്റ്റാണ്, മിസ്റ്റ് ഇങ്ങനെ വരും. പിന്നെ ഇത് ഹാൻഡ് ഷവർ അത് വരും. ഇത് നോർമൽ ഷവർ വരും. ഓക്കെ, അവിടെ തന്നെ നമ്മൾ LED ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫുള്ളൊരു DJ മോഡലിൽ കുളിച്ചൊക്കെ റെഡിയായി ഇറങ്ങും. കൊള്ളാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്നത് ഇവിടുത്തെ ഫാമിലി ലിവിങ് ഏരിയയിലാണ്. താഴെ നമ്മുടെ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു ലിവിങ് ഏരിയ. അതായത് നമുക്ക് അധികം പരിചയമില്ലാത്തവരെ നമ്മൾ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ തന്നെ ഹാൻഡിൽ ചെയ്യും. കുറച്ചും കൂടെ അല്ല, അധികം പരിചയമില്ലാത്തവരാണ് നിങ്ങളിപ്പോ വീടിൻ്റെ കുറച്ചും കൂടെ പരിചയമുള്ളവരൊക്കെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ നമ്മൾ താഴത്തെ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ ഇരുത്തും. നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫാമിലി, ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഇവിടേക്ക് ക്ഷണിക്കും. അങ്ങനെ 3 സെഷനായിട്ട്. ഒട്ടും പരിചയമില്ലാത്തവരെ ഇല്ല കേട്ടോ. നമ്മള് എന്റെ അച്ഛനും അമ്മയും നേരത്തെ അച്ഛനെ കണ്ടില്ലേ, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാവരോടും. അങ്ങനെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ പറമ്പിൽ എന്തെങ്കിലും പണിയെടുക്കാൻ ഒരാൾ വന്നാൽ പോലും അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അമ്മ വിടുള്ളൂ. അങ്ങനെ ആര് ഇപ്പൊ വന്ന് സംസാരിക്കണമെങ്കിലും അവരോട് ആദ്യം ചോദിക്കുന്നത് കഴിച്ചു, അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി അങ്ങനെയാ ആണ്. ഇവിടെ ഈ ഒരു കളറാണ് നമ്മുടെ കിച്ചണിലും കണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്രീനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം, ഒലീവ് ഗ്രീനോ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ കണ്ണ് പോകുന്നത് ഇതിലൊന്നുമല്ല, സോഫയിലല്ല, TV-യിലല്ല, കളറിലല്ല, ഈ ക്ലോക്കില്. ഇത് ക്ലോക്ക് അല്ല, ഇത് ആക്ച്വലി ഇത് ടേബിൾ ആണ്, ടീ ടേബിൾ എന്ന് പറയാം. ഇത് റൺ ചെയ്യുന്ന ബാറ്ററി ഉണ്ട് അടിയിൽ. ഇത് വർക്കിംഗ് ആണ് കേട്ടോ, ബാറ്ററി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ടൈം കറങ്ങുന്നുണ്ട്. 5:50 അല്ലേ? അതെ. ഇത് നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ഫാമിലി കൂടി നിന്നിട്ട് ചീട്ട് കളിക്കാനോ അങ്ങനെ എങ്ങനെയൊക്കെ. പക്ഷെ ഇത് ഭയങ്കര അടിപൊളി. ഇത് എവിടുന്നാ? ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നതാ, ദുബായ്. ഇത് നല്ല അടിപൊളി സാധനം. ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്.
അതും വർക്കിംഗ് സാധനം, ചുമ്മാ ഷോ പീസും അല്ല. കൊള്ളാം. ഓക്കെ, അപ്പം ഇതാണ് ആ സ്ഥലം, ലോഞ്ച് മജ്ലിസ്. യെസ്, ഇത് ഫുള്ള് ഇതിപ്പോ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നിൽക്കുന്നത്. ഇത്രയും സെറ്റ് ചെയ്തിട്ടു, ഇത് വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണോ എന്നുള്ളതൊന്നും ആലോചിച്ചിട്ടില്ല. വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലിക്കൊക്കെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഒരു ഏരിയ. ഇവിടെ ഗ്ലാസ് ഉണ്ട്, നമുക്ക് മൂണിനെ കാണാം. അടിപൊളി. ഇനി ഇവിടെ ഒരു കൗണ്ടറും കൂടെ സെറ്റ് ചെയ്താൽ മതി. ബാർ കൗണ്ടർ, വൈഭവം. ഇത് കൊള്ളാം. ഇതൊക്കെ എവിടെ നിന്നാ? ഇതെല്ലാം അവിടെ തന്നെ. ഇതൊക്കെ ദുബായിന്നോ? ചെയർസ് അവിടെ നിന്നല്ല കേട്ടോ. ചെയർസ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത്, ആമസോണിലുണ്ട് ഈ ചെയർ. ഇത് ഞാൻ അവിടെ നിന്നുണ്ട്. ഇവിടെ മറ്റേതാണ് കുറച്ചുകൂടി. ഏത്? താഴെ ഇങ്ങനെ മജ്ലിസ് പോലെ താഴെ സെറ്റ് ചെയ്യുന്നത്. അതാ ഞാൻ പറയും, ഇതിൽ ഞാൻ ഇനി എന്താ ചെയ്യുന്ന കൺഫ്യൂഷനിൽ നിൽക്കാം. അത് സെറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നല്ല കാർപ്പറ്റ് ഇടണം താഴെ. ഇതുപോലത്തെ ഭയങ്കര കളർഫുൾ കാർപ്പറ്റ്സില് അവിടെയൊക്കെ ഉണ്ടാവുന്ന പോലത്തെ ഒക്കെ ഇട്ട വൈബോ, നല്ല കാറ്റ്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞേ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര പീസ്ഫുൾ, വേറെ തന്നെ ഒരു വൈബാ. ഇതാണ് പീസ്ഫുൾ ഏരിയ. സോ അങ്ങനെ വൈകുന്നേരം ഇവിടെ നമുക്ക് ചായയൊക്കെ കുടിച്ച് ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ചില്ല് ചെയ്ത് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതെ, വെളിച്ചം, മഴ പെയ്ത മഴ, രാവിലെ എണീറ്റ് നല്ല ഫോഗ് കാണാം പാടത്ത്. ഇത് കൊള്ളാം. പാടത്തേക്ക് കണ്ണു നട്ട് ഇങ്ങനെ ഇരിക്കാം. ആക്ച്വലി ഇവിടെ എന്തോ ഒരു കഥയില്ലേ ഈ ഏരിയയിൽ? ഇത് നമ്മൾ പണിത സമയത്ത് കംപ്ലീറ്റ് വാള് കെട്ടിയിട്ടുണ്ടായിരുന്നേ. ഈ ഹൈറ്റിൽ വാൾ ഇങ്ങനെ കവർ ചെയ്ത് പോയേക്കായിരുന്നു. അപ്പോൾ ഞാൻ പറയില്ല, ഏട്ടനാണ് ഇതിന്റെ എഞ്ചിനീയർ ചെയ്തത്. അപ്പൊ ആള് നീ പറഞ്ഞത് ഇങ്ങനെ മൊത്തം മതിൽ കെട്ടി കഴിയുമ്പോൾ ആ വ്യൂ ഇത്രയും ഭാഗം മതിൽ വന്ന് ഭംഗി പോയില്ലേ, അങ്ങനെ ഇത് പൊളിച്ചിട്ട് ഇങ്ങനെ ഒരു സിറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. അങ്ങനെ ഓക്കെ പറഞ്ഞത് മാത്രം എനിക്കറിയാം. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ അടിപൊളി ഒരു ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു യൂസ്ഫുൾ മനസ്സിലായത്. അല്ലെങ്കിൽ ഇത് മറിഞ്ഞു പോകേണ്ട ഒരു സ്ഥലമായിരുന്നു. അപ്പൊ വലിയ നഷ്ടമായേനെ, ഭയങ്കര നഷ്ടമായേനെ. കാരണം എനിക്ക് തോന്നുന്നു ഫംഗ്ഷന് വന്ന എല്ലാവരും ഹൈലൈറ്റ് ഇതായിരുന്നു. അതെ. അപ്പോൾ എനിക്കിത് അടിപൊളി സെറ്റപ്പായിട്ട് തോന്നി. ഇപ്പോൾ നമ്മൾ വീഡിയോ വെച്ച് സോഷ്യൽ മീഡിയ മൊത്തം ശ്രുതി തമ്പിയുടെ പുതിയ വീടിൻ്റെ പുതിയ വീടിൻ്റെ പാലുകാച്ചലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ചില ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്ന ആളുടെ ഇത് വരുമ്പോൾ ഇന്ന ആളെ വരും എന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ? അവരൊന്നും കണ്ടില്ല. ആരാണ് ഉദ്ദേശിച്ചത്? ജാസി. ഞാൻ ഫംഗ്ഷന്റെ സമയത്ത് ഇങ്ങനെ എല്ലാവരെയും ഇൻഫ്ലുവൻസസിനെ കുറച്ച് പേരൊക്കെ അറിയിച്ചു. ഇങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ഥലത്തുണ്ടായില്ല. വന്നില്ല, സ്ഥലത്തുണ്ടായില്ല. അതുപോലെ അന്നത്തെ ദിവസം എനിക്ക് പരാതികളില്ല. കാരണം അന്നത്തെ ദിവസം എല്ലാവരും തിരക്കില്ല. ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയറിന്റെ ഒരു ബ്രേക്കിലല്ലേ. അപ്പൊ എല്ലാവരും ഓരോ ഫംഗ്ഷനും ഓരോ പരിപാടികളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അപ്പൊ ജാസി സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് എന്നൊക്കെ കേട്ടു. അപ്പോൾ പിന്നീട് അതൊക്കെ മാറി കഴിഞ്ഞിട്ട് പതുക്കെ ഫ്രീ ആവുമ്പോൾ ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ജാസി ഇറങ്ങുമ്പോൾ ഇനി ഞാനിവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ ജാസിയുടെ സർജറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഇപ്പം ഈ ഹൗസ് വാമിങ്ങിന് മുന്നേ വരെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ജാസിന്റെ സർജറി. ഗർഭിണിയാണെന്ന് പറയുന്നത് ഞാനും ഇങ്ങനെ ഇൻസ്റ്റാ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാറുണ്ട്. അതെന്താ ശരിക്കും അറിയില്ലടാ. ഞാൻ അങ്ങനെ പേഴ്സണലി ഇപ്പോൾ ജാസിന്നല്ല, എൻ്റെ ഏതൊരു ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും പേഴ്സണലുള്ള കാര്യങ്ങൾ ഞാൻ കയറി ഇടപെടാത്ത ആളാണ്. ജാസിയുടെ വിശേഷങ്ങളും നിങ്ങൾ കാണുന്ന പോലെ ഞാനും സോഷ്യൽ മീഡിയ ത്രൂ ആണ് കാണുന്നതൊക്കെ. എല്ലാ വീഡിയോസ് ത്രൂല് കാണുന്നു. പേഴ്സണലി അങ്ങനെ കോണ്ടാക്ട് ഇല്ല. ഞാനിങ്ങനെ എൻ്റെ നല്ലൊരു ലൈഫിൽ എൻ്റെ ഒരു ഡേ വരുമ്പോൾ നമ്മളെ കൂടെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നവരോട് പറയണമല്ലോ, അങ്ങനെ ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു. അത് പറയുമ്പോഴാണ് ഇപ്പൊ കുറച്ച് നാൾ മുന്നേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാമു കാര്യാട്ട് അവാർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുങ്ങല്ലൂർ നടന്നൊരു ഫംഗ്ഷൻ ആയിരുന്നു. കൊടുങ്ങല്ലൂർ തൃശ്ശൂർ എന്തോ നടന്നു. അപ്പൊ അത് ഞാൻ ദുബായിലുള്ളപ്പോഴാണ് അതിന്റെ ടീം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരാളെ പിക്ക് ചെയ്തിട്ട് അവരൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ UAE GCC നോക്കുമ്പോൾ എന്നെയാണ് അവർ സെലക്ട് ചെയ്തത്. അങ്ങനെ ഞാൻ വന്നു, ഇവിടെ തൃശ്ശൂർ പോയിട്ട് അവാർഡൊക്കെ കൈപ്പറ്റിയായിരുന്നു. അവാർഡ് കിട്ടിയതോടൊപ്പം തന്നെ അവാർഡ് കിട്ടിയതിനേക്കാൾ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്തത് ഒരു ഡിഫൻഡർ ആയിരുന്നു. അവാർഡ് വാങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അവാർഡ് വാങ്ങി വന്ന് കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് നേരം വെളുത്ത് നോക്കുമ്പോൾ ഞാൻ വീണ്ടും കയറില്ല. പക്ഷെ ആ ഡിഫൻഡറോടെ അല്ല, ആക്ച്വലി എൻ്റെ കയ്യിലുള്ളത് സെലേറിയ ആയിരുന്നു. കീ എടുക്കുന്നതിന് മുമ്പ് സെലേറിയ ആയിരുന്നു. 2017 മോഡലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പഴക്കമായി. അപ്പോൾ രാമു കാര്യായിട്ട് അവാർഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അവാർഡ് ഫംഗ്ഷൻ ആയിരുന്നു. ഒത്തിരി ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല നമ്മുടെ സെൽഫ് ഗ്രൂമിങ് അല്ല, അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുന്നത്. നമ്മൾ നല്ല ഒരു അറ്റയറിൽ പോകാം. നമ്മുടെ ഔട്ട്ലുക്ക്, നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് ഒരു സഭയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റെസ്പെക്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ അന്ന് എനിക്ക് വണ്ടി ഒന്ന് മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനും മലപ്പുറത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയായിരുന്നു ഡിഫൻഡർ. അങ്ങനെയാണ് ആ ഡിഫൻഡറിൽ പോയത്.
അവിടെ ചെന്ന് നിങ്ങളിപ്പോൾ ഇന്ന് വന്നപ്പോൾ വീടിൻ്റെ ഇങ്ങനെ ചോദിച്ചില്ലേ, അതുപോലെ തന്നെ അന്ന് ഡിഫൻഡറിൻ്റെ റേറ്റാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഡിഫൻഡറിൻ്റെ റേറ്റാണ് പറഞ്ഞത്. അതിൽ ഞാൻ ഡിഫൻഡർ എൻ്റെ ആണെന്നോ ഞാൻ ആ കോടികൾ മുടക്കി വണ്ടി എടുത്തതാണെന്നോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോൾ വെറൈറ്റി വീഡിയോ ഇരിക്കുമ്പോൾ പറയാം, അതായത് നിങ്ങൾ ക്യാപ്ഷൻസ് ഒക്കെ ഇടുമല്ലോ, വളച്ചൊടിച്ച് ക്യാപ്ഷൻ നമ്മൾ പറയുന്നതിൽ ചില പിക്കപ്പ് ചെയ്തിട്ട് ചില ലൈൻസ് ഇട്ടിട്ട് ക്യാപ്ഷൻ ഇട്ടിട്ട് വളച്ചൊടിക്കില്ലേ, അതുപോലെ തന്നെയാണ് അന്ന് കുറേ മീഡിയാസ് ഇട്ടിട്ട് ഇങ്ങനെ കോടികളുടെ ഡിഫൻഡറിലെ ശ്രുതി തമ്പി പറന്നെത്തി അവാർഡ് വാങ്ങാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്യാപ്ഷൻ ഇട്ട് ആളുകളിലേക്ക് തെറ്റിദ്ധാരണ പടർത്തി. അപ്പം അന്ന് ആളുകൾ വിചാരിച്ചത് ഞാൻ പറഞ്ഞു കോടികൾ മുടക്കിയിട്ടാണ് ഡിഫൻഡർ എടുത്തത്, ഡിഫൻഡർ വാങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിവാദത്തിലേക്ക് തള്ളി. മീഡിയക്കാരാണ് ശരിക്കും അത് ചെയ്ത്. അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഡിഫൻഡറിൻ്റെ ഒരു വിവാദം വന്നത്. അല്ലാതെ ഞാൻ ഡിഫൻഡർ എടുത്തൊന്നും ഞാൻ കോടിപതി അന്നേ ആണെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇല്ല. ഇനി ഭാവിയിൽ ഒരു ഡിഫൻഡർ ഒക്കെ എടുക്കാൻ സാധിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രചോദനമാണ്. ഈ നെഗറ്റീവ് ഇവർ പറയുന്നതും ഇങ്ങനെ കുറെ ട്രോളൊക്കെ വരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ എനിക്കൊരു വാശി ഉണ്ടാവും, നാളെ ഒരിക്കലും ഞാൻ എടുക്കും ഡിഫൻഡർ എന്നുള്ളത്. അങ്ങനെയാണ് അറ്റ്ലീസ്റ്റ് ഡിഫൻഡർ വരെ എത്തിയില്ലെങ്കിലും നല്ലൊരു വണ്ടി എൻ്റെ കയ്യിൽ വേണമെന്ന് അന്ന് എനിക്ക് ആ ഡിഫൻഡറിൻ്റെ കുറേ കഥകളൊക്കെ വന്നപ്പോൾ എനിക്ക് അന്നും മനസ്സിൽ കയറി കൂടിയതാണ് വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളത്. അത് ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡിഫൻഡർ എടുക്കാൻ പറ്റട്ടെ അല്ലേ? അതെ, ഇൻഷാല്ലാ പറ്റട്ടെ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇതാണ് മെയിൻ ബാൽക്കണി, മെയിൻ ബാൽക്കണി, ഫ്രണ്ടേജ് നല്ലൊരു ഊഞ്ഞാലൊക്കെ ഉണ്ടാവും. ഇതും ദുബായിലത്തെ അല്ല, ഇത് നമ്മള് നെല്ലിക്കുഴി ഇല്ലേ, നെല്ലിക്കുഴി ഫർണിച്ചർ ഷോപ്പാണ്. ഫുള്ള് 2 റോഡ് സൈഡും ഫുള്ള് ഫർണിച്ചർ ഷോപ്പാ. നമ്മുടെ ആട്ടുകട്ടില് ഇതും പൂജാ മുറി നമ്മുടെ നെല്ലിക്കുഴിന്ന് വാങ്ങിച്ചത്. നീ ഇവിടെ ഇരുന്നേ, നീയാണല്ലോ ഞങ്ങളുടെ ഗസ്റ്റ്. ഞാനത് മറന്നു പോകുന്നു ഇടയ്ക്കിടയ്ക്ക്. അതെന്താ അറിയോ, ശ്രുതി വീട് പണിതിട്ട് ആദ്യം ഞങ്ങളുടെ കൂടെ ആണ് പുള്ളിക്കാരി എന്നോട് പറയായിരുന്നു, നിങ്ങളുടെ കൂടെ ഇതൊക്കെ കാണിച്ചു തരുമ്പോഴാണ് ഞാൻ ഈ വീടിന്റെ ഓരോ മുക്കും മൂലയും ഞാൻ തന്നെ കാണുന്നത്. സത്യം ഞാൻ ഫീൽ ചെയ്തത് നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഹോം ടൂർ ആട്ടോ, നിങ്ങളാണ് ഫസ്റ്റ് ഹോം. ഈവൻ ഞാൻ പോലും ചെയ്തിട്ടില്ല, എന്റെ ചാനലിലേക്ക് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് കാണിക്കുമ്പോഴാണ് ആ സ്ഥലങ്ങളിൽ ഞാൻ ഇരുന്നിട്ട് ഞാനിതൊന്ന് ഫീൽ ചെയ്യുന്നത്. കാരണം തിരക്ക് കഴിഞ്ഞിട്ട് ഇന്നാണ്, ഇന്ന് ഇതിന്റെ കാര്യം ആയതുകൊണ്ടും റിലാക്സ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിൽക്കുമ്പോഴാണ് ഓരോ ഭാഗങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് ചില സമയത്ത് ഇങ്ങനെ കട്ടായി പോകുമ്പോ എനിക്ക് മനസ്സിലായി ബ്ലാങ്ക് ആവുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആൾ എൻജോയ് ചെയ്യാം. അല്ല, ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ആടുമ്പോഴേ കുറച്ച് നേരത്തെ ഇവിടെ ഒറ്റയ്ക്കിരുന്ന ആൾ ആടിക്കൊണ്ടിരുന്നേ. അപ്പൊ ശ്രുതിക്ക് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഊഞ്ഞാലാടെ മതിയോ, കൂടെ ആരെങ്കിലും ഒക്കെ വേണം. ഒരു കല്യാണം അതാണ് ഉദ്ദേശിച്ചത്. നോർമലി നമ്മളിപ്പോ പറയില്ല, ഒരാൾക്ക് സെറ്റിൽഡ് ആവണ്ട. ഇപ്പൊ സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടില്ല, വീട് വെച്ചു, വണ്ടി വാങ്ങി, ഇനിയിപ്പോ ഒരു കല്യാണം, പിന്നെ കുട്ടി, കുടുംബം, ഒരു കുഞ്ഞിക്കാലം കൂടി നടക്കുന്നുണ്ട്. സൊസൈറ്റിനെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു കല്യാണം കഴിക്കേണ്ടി വരും, സ്വയം ആഗ്രഹം. അതായത് എന്താ പറയാ, നമുക്ക് എപ്പോഴും നമുക്ക് മനസ്സിനെ ഇണങ്ങിയ, നമുക്ക് എല്ലാം കൊണ്ടും കംഫർട്ട് ആയിട്ടുള്ള ഒരാള് അല്ലെ, എല്ലാം കൊണ്ടും കംഫർട്ട് ആയിട്ടുള്ള ഒരാള് ആഫ്റ്റർ മാരേജ് പെർഫെക്റ്റ് ആവും എന്നല്ല, ഓവറോൾ ഭയങ്കര ലൈഫ് ഫുള്ള് പെർഫെക്റ്റ് ആവുന്നല്ല. അറ്റ്ലീസ്റ്റ് മാരേജിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു കംഫർട്ട് സോൺ കിട്ടുന്ന ഒരാള് ഉണ്ടെങ്കിലല്ലേ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ ഒരാളിപ്പോ നിലവിൽ ഇല്ല. ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ ഈ ഊഞ്ഞാലിൽ ഞാനും പുള്ളിയും കൂടി ഇരുന്നിട്ട് ഞാനിങ്ങനെ കാഴ്ചകൾ കാണും. അങ്ങനെ ഒരു സമയം വരട്ടെ, ഞങ്ങൾ വരും. ഇനി എപ്പോഴാ കുട്ടീന്ന് ചോദിച്ചിട്ടേക്ക് വരാം. ഇല്ല, കുഞ്ഞിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. കുട്ടി, കുടുംബം, ഫാമിലി എന്നൊക്കെ. ഞാൻ പക്ക ഫാമിലി ഓറിയന്റഡ് ഗേളാണ്. അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവർക്ക് കുടുംബവും വേണ്ട. ഞാൻ അങ്ങനെയല്ല. ആക്ച്വലി എൻ്റെ പേഴ്സണൽ ക്യാരക്ടർ ഇപ്പോൾ വീട്ടുകാർക്ക് അറിയാം. ഞാൻ അച്ഛൻ, അമ്മ, എൻ്റെ കുടുംബത്തിന്റെ കൂടെ ഞാൻ ഇരിക്കുവാണെങ്കിൽ എനിക്ക് ഫോണും വേണ്ട, എനിക്ക് പുറത്തുള്ള ഒരു ഫ്രണ്ട്സും വേണ്ട, പുറത്തും ഇറങ്ങണ്ട. ഞാൻ ഇവരുടെ ഇടയിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഞാൻ ഒരു ഫാമിലി ഗേളാണ്. അപ്പോൾ തീർച്ചയായും എനിക്ക് ഹസ്ബൻഡ്, കുട്ടികള്, അങ്ങനെ അച്ഛൻ, അമ്മ ഇവരുടെ കൂടെയൊക്കെ ഇരുന്നിട്ട് ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിനെ മാച്ച് ചെയ്തിട്ട് ഒരാള് വരട്ടെ, വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ആലോചിക്കും. കാരണം കുട്ടികളൊക്കെ ഉണ്ടാവാന്നുള്ളത് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. എന്തെങ്കിലും സങ്കല്പങ്ങളുണ്ടോ? അങ്ങനെയൊന്നുമില്ല, മനസ്സിലാക്കുക, കൂടെ നിൽക്കുക. ഇപ്പോൾ ആക്ച്വലി എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 നെഗറ്റീവ് ആണ് മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞ് സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ തന്നെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോൾ മസ്താനി എന്നെ കുറേ നാളായിട്ട് അറിയാം, മസ്താനി കമൻസ് ഒക്കെ വായിക്കുന്നതാണ്. പക്ഷെ മസ്താനി എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരാൾ വഴിയിട്ട് ശ്രുതി തമ്പി അങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മെസ്സേജോ വീഡിയോ, അല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ ഞാൻ അങ്ങനെ റോങ് ആയിട്ട് പോയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്തില്ല, അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കമന്റ് ഇടുന്ന ഒരാൾക്കും അങ്ങനെ ഒന്നും കിട്ടിയിട്ടല്ല. അവർ ഒരു 10 പേര് അങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് അങ്ങനെ ഇടുവാണ്. സോ അങ്ങനെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുടെയും ഒന്നുമില്ല. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഇത്രയും നെഗറ്റീവ് വന്നാലും അങ്ങനെ ഒരു എവിഡൻസ് എവിടെ നിന്നും പൊക്കിക്കൊണ്ടുവരാനില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു ഇപ്പോൾ
അമ്മ വർക്ക് ചെയ്യുന്നുണ്ട്, അച്ഛൻ റിട്ടയർഡ് ആണ്, ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്, ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാവരും അവരവരെ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ആർക്കും ഇവർക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു രീതിയിൽ പോയി ജീവിച്ച് ഇൻകം ഉണ്ടാക്കി കൊടുക്കേണ്ട ഗതികേട് എൻ്റെ വീട്ടിലില്ല. ഞാൻ കുഞ്ഞുനാളിലെ മുതൽ ഞാൻ സെൽഫ് ഏണിങ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കാണെങ്കിലും അങ്ങനെ 10 വയസ്സില്ലാത്തൊരു ക്ഷാമം വരിക അങ്ങനത്തെ അതുകൊണ്ട് ഗതികെട്ട് ഈ ജോലിക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേജ് എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ആളുകൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നും എനിക്കറിയില്ല. മേ ബി പെട്ടെന്നുള്ളൊരു വളർച്ച സഹിക്കാൻ പറ്റാതെ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കാം. അപ്പോൾ ഇത്രയും നെഗറ്റീവുകൾ ഇങ്ങനെ സ്പ്രെഡ് ആകുമ്പോൾ അതെല്ലാം മനസ്സിലാക്കി, നെഗറ്റീവുകൾക്ക് അപ്പുറം ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി, എൻ്റെ കുടുംബം എന്താണെന്ന് മനസ്സിലാക്കി, അങ്ങനെ ഒരു സത്യസന്ധമായിട്ട് ഒരാൾ നമ്മുടെ കൂടെ ജോയിൻ ആവാൻ റെഡി ആവണമെങ്കിൽ ചിലപ്പോൾ നോക്കും. വലിയ കൺസെപ്റ്റ് ഒന്നുമില്ല, മനസ്സിലാക്കുക, കംഫർട്ടായിട്ടിരിക്കുക, അങ്ങനത്തെ ഒരാൾ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. യെസ്, അത്രയേ ഉള്ളൂ. അപ്പൊ അതുപോലെ നല്ലൊരാള് ശ്രുതി തമ്പിയുടെ ലൈഫിലേക്ക് വരട്ടെ. ഇൻഷാല്ലാ. പക്ഷെ പറയാൻ പറ്റില്ല, ചില സമയത്ത് നമ്മുടെ സോൾമേറ്റ് ചത്തുപോയിട്ടുണ്ടോ, ചില സമയത്ത് സോൾമേറ്റ് ചത്തുപോയിട്ടുണ്ടോ. നാക്ക് കാണിക്ക്. ഇല്ല, കരുനാക്കല്ലേ ചുമ്മാ. ഇല്ല കേട്ടോ, ഞാൻ ഇതിനു മുമ്പും മീഡിയയിലോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, കുട്ടികളുണ്ടാവാൻ ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും സംഭവിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ തളർന്നൊന്നും പോകുന്നില്ല. കാരണം ഇത്രയും നാളെ ഒറ്റയ്ക്ക് ജീവിച്ചില്ല. അപ്പം എന്താ പറയുക, ഒരു വീട്, കാറ്, അതുപോലെ കല്യാണം, കുട്ടികൾ, എല്ലാവരും സ്വപ്നങ്ങളിൽ വലിയ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ എൻ്റെ ലൈഫിൽ കുറച്ച് എല്ലാം തികഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഞാൻ അഹങ്കാരിയായി പോകും, അല്ലേ? എല്ലാം തികഞ്ഞ ഒരാൾക്ക് ദൈവം കൊടുക്കത്തില്ല. ചിലപ്പോൾ ഇതെല്ലാം എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ രീതിയിൽ ദൈവം അനുഗ്രഹിച്ചു. ചിലപ്പോൾ അതൊരു കുറവായിട്ട് നിൽക്കാനായിരിക്കും ദൈവം ഉണ്ടാക്കിയേക്കുന്ന പ്ലാൻ. എല്ലാം ആളുടെ പ്ലാൻ അനുസരിച്ചല്ലേ. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. അതൊന്നും നമ്മുടെ കയ്യിലല്ല. സോ പക്ഷെ നടക്കട്ടെ. എനിക്കും ഇപ്പം ഭയങ്കര സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എസ്പെഷ്യലി ലേഡീസിന് ഞാനത് എപ്പോഴും പറയുന്ന കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരോട്, ഭയങ്കര റെസ്പെക്റ്റാ. പണ്ടൊക്കെ ഒരു കാർ ഓടിച്ച്, ഞാൻ കാർ ഓടിക്കാതിന് മുമ്പ് സ്ത്രീകൾ ആരെങ്കിലും കാർ ഓടിച്ച് പോകണമെങ്കിൽ ഞാൻ ഭയങ്കര അസൂയോടൊക്കെ നോക്കിയിരിക്കും, സമ്മതിച്ച് അവർ അങ്ങനെ ഭയങ്കര റെസ്പെക്റ്റ് ആയി എനിക്ക്. അത് നമുക്കിപ്പോൾ സാധിച്ചില്ലേ. അപ്പം അതുപോലെ സ്ത്രീകൾ വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ല. ബോൾഡായിട്ടിരിക്കുക, എന്താ പറയുക. പക്ഷെ നമ്മൾ എത്ര ബോൾഡ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിലേ എൻഡ് ഓഫ് ദ ഡേ നമുക്കൊരു ഒരാൾ വേണം, നമ്മുടേതെന്ന് പറയാൻ ഒരാൾ. ഇപ്പൊ ഫാമിലി ഉണ്ടാവും. ആരാ നമ്മുടേതായിട്ടുള്ള ഹസ്ബൻഡ്? ഞാൻ പറയട്ടെ, കല്യാണം കഴിച്ച കുറെ ആൾക്കാരില്ലേ, അവരെല്ലാവരും ഹാപ്പിയാ? അവരും ഈ പറഞ്ഞ നമ്മുടേതെന്ന് പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിക്കുന്നുണ്ടാവുക. എന്നിട്ട് എത്രയോ ആളുകൾ സൈലന്റ് ഡിവോഴ്സുകൾ നടക്കുന്നുണ്ട്. അതായത് ഒരു വീട്ടിലുണ്ടാവും, ചിലപ്പോൾ ഒരു റൂമിലുണ്ടാവും, ചിലപ്പോൾ ഒരു ബെഡ്റൂമിലുണ്ടാവും, എന്നിട്ടും പരസ്പരം മിണ്ടാതെ അല്ലെങ്കിൽ പരസ്പരം ഒന്നും ഷെയർ ചെയ്യാതെ വെറുതെ ഒരു ഹസ്ബൻഡ് വൈഫായിട്ട് ജീവിച്ചു പോകുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അതിന് സൈലന്റ് ഡിവോഴ്സ് എന്നാ പറയാം. അതായത് മറ്റുള്ള പബ്ലിക്കിന് മുമ്പിൽ അവർ ഹാപ്പി ഹസ്ബൻഡും വൈഫൊക്കെയാണ്, പക്ഷേ അവരുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് പബ്ലിക് അറിയുന്നില്ല. സോ അങ്ങനെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ മാരേജ് ആണ് ലൈഫിൻ്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം മാരേജ് ചെയ്തിട്ടും മരിച്ച് ജീവിക്കുന്ന കുറേ ലേഡീസും ഹസ്ബൻഡും ഒക്കെ ഉള്ള സൊസൈറ്റിയാണ് നമ്മുടെ. മാരേജ് ആണ് ലൈഫിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ്, അല്ലെങ്കിൽ അതൊരു ലക്ഷ്യമാക്കി എടുക്കണം എന്നുള്ളതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. നീ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു പാർട്ണറെ കിട്ടുക എന്നുള്ളത് ലൈഫിൽ നമുക്ക് എന്തും ഷെയർ ചെയ്യാനുള്ള അതൊരു നല്ല സംഭവമാണ്. അത് ഉണ്ടായേ പറ്റൂ എന്നുള്ളതും ഇല്ല. കിട്ടുവാണെങ്കിൽ നടക്കും, നല്ലതാണെങ്കിൽ കിട്ടട്ടെ. നല്ലതല്ല എനിക്കത് വിധിച്ചിട്ടില്ലെങ്കിൽ അത് വേണ്ടെന്ന് ഉള്ളത്. കാരണം ഇപ്പൊ ഒരു സമാധാനം ഉണ്ടല്ലോ. അതെ, കല്യാണം പക്ഷെ എന്തായാലും നല്ല ശ്രുതി തമ്മിൽ മനസ്സിലാക്കുന്ന, എല്ലാ വിഷമങ്ങളിലും കൂടെ നിൽക്കുന്ന, സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ലൊരു പാർട്ട്ണറിനെ കിട്ടട്ടെ. വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ശ്രുതി തമ്പിയുടെ ഫാമിലി. അച്ഛൻ, ശ്രുതി തമ്പി, ഞാൻ മസ്താനി, അമ്മ, ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേച്ചിയുടെ 3 മക്കള്, അമ്മുമ്മ. ഇതാണ് ഈ ഒരു ഹോൾ ഫാമിലി. അപ്പോൾ എന്താ ഇപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നേ ഈ ഒരു മൊമെന്റിൽ? കാരണം ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ്, ഒരുപാട് നാളത്തെ അധ്വാനത്തിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഈ ഒരു വീട്. നമുക്ക് ഒരുപാട് സന്തോഷം നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. എന്നാലും നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷം, എത്രത്തോളം പ്രൗഡാണ്? വളരെയധികം സന്തോഷമുണ്ട്, അതോടൊപ്പം തന്നെ അഭിമാനമുണ്ട്. ഇതിന്റെ കൺസ്ട്രക്ഷൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിലും. ചേട്ടനാണ് ഇതിന്റെ എഞ്ചിനീയർ, കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്. എന്തെങ്കിലും ശ്രുതി പറഞ്ഞായിരുന്നോ എനിക്ക് ഇങ്ങനെയൊക്കെ വേണം? അത് തീർച്ചയായിട്ടും പുള്ളിക്ക് എനിക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്ലാനും കാര്യങ്ങളും തയ്യാറാക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായില്ല. എല്ലാ കാര്യങ്ങളും സന്തോഷകരമായിട്ട് ചെയ്തു. എല്ലാം ശ്രുതിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ നേരത്തെ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് 2 പെൺകുട്ടികളാണെങ്കിലും ശ്രുതി എനിക്ക് ഒരു ആൺകുട്ടിയാണെന്ന്. കാരണം ശരിയാണ്, ഭയങ്കര ഇതൊക്കെ ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമ്മയ്ക്ക് എന്താ ഫീൽ? എനിക്കും അത് തന്നെയാണ്. കാരണം ഇന്നിപ്പോ ഒരു ആൺകുട്ടി സാധിച്ചു തരുന്ന പോലെ ഞങ്ങൾക്ക്
നല്ലൊരു വീട് ഇങ്ങനെയൊക്കെ നമ്മൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ എത്തിച്ചു. അതിന് ദൈവത്തിന് നന്ദി. എൻ്റെ ശ്രുതിയോടും നല്ലൊരു കടപ്പാടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് മൂത്ത ആളാണിത്. ആളുടെ ഹസ്ബൻഡും ആയാലും ഞങ്ങൾക്ക് അപ്പുറം ഒരു വീടുണ്ട്. ആളും നല്ല എല്ലാ സൗകര്യം കൂടിയുള്ള ഒരു വീട് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തൊട്ടടുത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു വീടും കൂടെ ശ്രുതിയുടെ പേരിലേക്ക് വാങ്ങാന്ന് വിചാരിച്ചു. ഇങ്ങനെ വന്നു. മൊത്തത്തിലൊരു സംതൃപ്തി ഉണ്ട്. ഇപ്പൊ മൂത്ത ആളടുത്തുണ്ട്, അവർക്കും ഒരു ഹൗസായി, ശ്രുതിക്ക് ഒരു ഹൗസായി, ഹാപ്പിയായി. എന്താണ് അനീത്തിനെ കുറിച്ച്? സന്തോഷം. ഇപ്പം ഒരു എന്താ പെൺകുട്ടി എന്ന നിലയിൽ ഇപ്പം ഫുൾ ഒറ്റയ്ക്ക് തന്നെ നിന്ന് അതൊക്കെ നേടിയെടുക്കാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. ഞാനും എന്താണ് അഭിമാനത്തോട് തന്നെ കണ്ടു നോക്കുകയാണ് ശ്രുതിനെ. സിസ്റ്ററിന് പോരി വലിയൊരു ഇത് ഞാൻ കൊടുക്കുന്നുണ്ട് ആൾക്ക് സ്ഥാനം. സന്തോഷം. വീട് എങ്ങനെയുണ്ട്? വീട് ഈ വീട് ഇഷ്ടായോ? വീട് ഇഷ്ടമായോ? ഇഷ്ടമായോ? ശ്രുതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കുറിച്ച് എന്തെങ്കിലും പറയാം? ശ്രുതിനെ ഇഷ്ടമായി. അമ്മയ്ക്ക് ഇവിടെ വരുമ്പോ ഭയങ്കര പേടിയായി. ഈ കുഴി ഇങ്ങനെയുള്ളത് അടച്ചിളയെന്നൊക്കെ പറഞ്ഞു എന്റെ അമ്മ. അതിനോട് ചോദിക്കാം, നടുമുറ്റം തന്നെ ഇവിടെ കുഴിച്ചിട്ട് മുറ്റത്തല്ലേ മുറ്റം പണിയുണ്ടൊക്കെ. അമ്മമ്മയുടെ പേരെന്താ? അത് കേട്ടോ. ഇത് കുഞ്ഞാറ്റ, ഇത് ഇച്ചു, ഇത് ബബ്ബൂസ്, ഇത് ഇഷാനി, ഇഷാൻ, ഇഷാന, അങ്ങനെയാണ്. അപ്പോ ഇവരുടെ 3 പേരുടെ പേരും കൂടെ കൂട്ടിയിട്ട് ഇഷ ബിൽഡേഴ്സ് എന്നാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ഇട്ടേക്കുന്ന പേര് കേട്ടോ. ഇഷ ബിൽഡേഴ്സ്. എന്താണ് ചിറ്റനെ കുറിച്ച് എന്തു പറഞ്ഞോ? കാരണം ബബ്ബുവിന് എന്തൊക്കെയോ പറയാനുണ്ട്. ബബ്ബു ആണ് ചിറ്റയുടെ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മള് ഇപ്പൊ ചെറുതിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. അത് കൂടാതെ ദുബായിലൊക്കെ കൊണ്ടുപോയിട്ടില്ലേ? നമ്മുടെ ഒരു ഇന്റർവ്യൂല് ബബ്ബു ഉണ്ടായിരുന്നല്ലേ. അതെ. പറ ചിറ്റനെ കുറിച്ച്. നല്ല അഭിപ്രായം. അങ്ങനൊന്നുമില്ല. എന്താ പറയാ, ചിറ്റയുടെ കൂടെയാണ്. ആള് ഞങ്ങള് നെല്ലിക്കുഴി പോയി, ഞാൻ പറയല്ലേ പൂജ യൂണിറ്റ്, ആട്ടുകട്ടില്, ഇതൊക്കെ പോയി നെല്ലിക്കുഴി വാങ്ങാനൊക്കെ എന്റെ കൂടെ ആള് കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു മെച്ചൂർഡ് ഹാൻഡിലൊക്കെ ചെയ്യണം. അങ്ങനെ എന്റെ കൂടെ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് എന്റെ കൂടെ വന്നത്. ബുദ്ധയൊക്കെ വാങ്ങാൻ പോയപ്പോഴൊക്കെ ബബ്ബാണ് കൂടെ വന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇതിൽ ഭയങ്കരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ആള്. ഞാൻ ആദ്യമായിട്ടാണ് ശ്രുതി തമ്മിയുടെ ഈ ഒരു വേർഷൻ കാണുന്നത്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ശ്രുതി തമ്പി ഉണ്ട്. ഇത് ഈ ഒരു ശ്രുതി തമ്മിയുടെ ഈ ഒരു വേൾഡില് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു പബ്ലിക് ചിലപ്പോ ഫാമിലി ഇങ്ങനെ ഒരു ഇത് ആദ്യമായിട്ടായിരിക്കും പബ്ലിക്കിന് മുന്നിലും വരാൻ പോകുന്നത്. അവരും ആദ്യമായിട്ടായിരിക്കും കാണാൻ പോകുന്നത്. പക്ഷെ ചിൽ ഫാമിലിയാണ് ഗൈസ്, വൈബ് ഫാമിലിയാണ്. പക്ഷെ ഞാൻ അച്ഛന്റെ ഫാനാണ്. അച്ഛൻ നല്ല തగ్గച്ഛനാണ്. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ വ്ളോഗിലൊക്കെ വരണം ശ്രുതിയുടെ കൂടെ. ഞങ്ങള് കപ്പ പറിക്കുന്ന വീഡിയോ ഇട്ടിട്ട് 10 മില്യൺ ഒക്കെ കയറിയതാ. ഞാൻ അച്ഛനോട് പറമ്പില് കപ്പ പറിക്കുന്ന വീഡിയോ. അച്ഛൻ കണ്ടിന്യൂസ് വീഡിയോസിൽ വന്നു കഴിഞ്ഞാല് ശ്രുതിയുടെ ഫാൻസ് ഒക്കെ പോകും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളൊരു പുതിയ വീട്ടിൽ വരുമ്പോൾ വെറും കൈയോടെ വരാൻ പാടില്ല എന്നാണല്ലോ. അപ്പോൾ ശ്രുതിനെ കുറിച്ച് പറയുമ്പോഴേ ശ്രുതിയുടെ ഒരു സ്റ്റാർട്ടിങ് ജേർണി മുതല് വെറൈറ്റി മീഡിയ ആണെങ്കിലും നമ്മളെല്ലാരും കാണുന്നുണ്ട്. ഇപ്പോ ഡബ് സ്മാഷ് ചെയ്തു. എന്റെ ഫസ്റ്റ് ഡബ് സ്മാഷ് മുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് വെറൈറ്റി മീഡിയ. അപ്പൊ എന്റെ ഫസ്റ്റ് മുതലുള്ള ഗ്രോത്ത് ഒക്കെ കാണുന്ന ഒരു മീഡിയ ആണ്. അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സ്റ്റാർട്ടിങ് അങ്ങനെ ലിപ്സിംഗ് വീഡിയോസ് ചെയ്തു, പിന്നെ അതിൽ നിന്ന് കയറി ഒറ്റയ്ക്ക് പടപുരുതി വന്ന് ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി അത് ചെയ്യുന്ന, ഫെമിനിസ്റ്റ് എന്നൊന്നും പറയുന്നത്, പക്ഷെ അത് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നും ഒരുപാട് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഞങ്ങളുടെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. താങ്ക് യു വെറൈറ്റി മീഡിയ മസ്താനി. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ മുഴുവൻ ഷൂട്ട് ചെയ്ത് കഴിയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി ലേറ്റായി. എന്നാലും ഇനി നമ്മൾക്ക് എത്ര റൂംസ് ബാക്കിയുണ്ട്? അത് ആരുടെയൊക്കെ റൂമാണ്? ഇവിടെ ഉള്ളത് ആകെ 4 റൂമാണ്. എൻ്റെ റൂം നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു. പിന്നെ മുകളിലത്തെ ഒരു ഗസ്റ്റ് റൂം ഉണ്ട്, താഴെ ഒരു ഗസ്റ്റ് റൂം ഉണ്ട്, പാരന്റ് ബെഡ്റൂം ഉണ്ട്. 4 റൂം.
അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ന്യൂ ഹോം ആൻഡ് 25 ലക്ഷം രൂപയുടെ ന്യൂ കാർ. അപ്പോൾ ഇനിയും ഇതേപോലെ ആൾക്കാരെ നെഗറ്റിവിറ്റി മൈൻഡ് ചെയ്യാതെ സ്ട്രോങ് ആയിട്ട് വളരെ ബോൾഡായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ കരുത്തും ദൈവം തരട്ടെ. ആൻഡ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ശ്രുതി തമ്പി പെട്ടെന്ന് കല്യാണം കഴിച്ച് ആഗ്രഹിച്ച പോലെ ഒരു പാർട്ട്ണറൊക്കെ വന്ന് ഇനിയൊരു മാരേജ് ലൈഫിലേക്ക് പോകാനും ഉള്ളൊരു സാഹചര്യം ദൈവം ഉണ്ടാക്കി തരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് 2026 പുതിയ വീട്ടിൽ നിന്ന് പുതിയ സ്റ്റാർട്ടിങ്. അപ്പം എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. എൻ്റെ വീട് വിസിറ്റ് ചെയ്തത്, ഫുൾ ടീമായിട്ട് വന്ന് വീട് വിസിറ്റ് ചെയ്തതിലും താങ്ക് യു സോ മച്ച്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.